So, hey guys, welcome to the podcast. Sri here. Three here. So, എല്ലാ പോഡ്കാസ്റ്റിലും പറഞ്ഞു തുടങ്ങുന്നതിനാണെങ്കിൽ വി ഹോപ്പ് വി ആർ Wrong, especially today. സോ തുടക്കത്തിൽ ഇപ്പോൾ എന്ത് പറയാനുള്ള ആദ്യമായിട്ട് ആദ്യമായിട്ട് എന്താ പറയണേ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ റെസ്പോൺസസ് കണ്ടു. ലോട്ട് ഓഫ് പീപ്പിൾ ആർ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ. എന്താ പറയണേ, പറ്റുന്നവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അറിയാതെ ഇപ്പോൾ നമ്പറിൽ നിന്ന് വരുന്ന ആർക്കെങ്കിലും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. എന്താ പറയണേ, ചിലപ്പോൾ മറന്നു പോയതായിരിക്കാം. 3-4 പേർക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ ഓർത്ത് വെക്കും, അടുത്ത പരിപാടി ആകുമ്പോൾ വിട്ടുപോകും, അടുത്ത സദ്ഗുരുവും. അങ്ങനെയല്ല. ലോട്ട് ഓഫ് പീപ്പിൾ ആർ എന്താ പറയണേ, അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം. ഇന്ന പോഡ്കാസ്റ്റ് ചെയ്യാമോ? കുറേ പേര് മറ്റേ എന്നാ ഗസ്റ്റ് വരുന്നത്, താന്ത്രിക് ഗസ്റ്റ് ചോദിച്ചു. സൂൺ അല്ല, നെക്സ്റ്റ് എപ്പിസോഡ് എന്നാ 11-ാം തീയതി അല്ലേ? 11-ാം തീയതി ഷീ വിൽ ബി കമ്മിങ് ഇൻ ദി സ്റ്റുഡിയോ, സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഗൈസ്, എനിക്ക് ഇന്നത്തെ കാര്യം തുടങ്ങാനുള്ളത് നമ്മുടെ ഗവർണർ വേഴ്സസ് അഗ്രികൾച്ചർ മിനിസ്റ്റർ ചൊറി പറഞ്ഞുകൊണ്ട്. അത് ഇങ്ങനെ സീൻ ചൊറിയല്ലേ? അത് എന്താണ് ഇവിടെ നടക്കുന്നത്? അതിന്റെ ഞാൻ ഇച്ചിരി ഡീപ്പ് സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗവർണറും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുമായിട്ട് ഇച്ചിരി പണ്ടേ ചൊറിയുള്ളതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ സംഭവം ഗവർണർ പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും അധികം എന്താ പറയുക, എസ്പെഷ്യലി MG യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും കൂടുതൽ ഈ MG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഭയങ്കരമായിട്ട് പാർട്ടി ഭയങ്കരമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അതിപ്പം പ്രൊഫസേഴ്സിന്റെ പ്ലേസ്മെന്റ് ആണെങ്കിലും എല്ലാത്തിലും. അതിനകത്തുനിന്ന് നമ്മുടെ ആരിഫ് ഖാനൊക്കെ ഇരുന്നപ്പോഴേ ചൊറി തുടങ്ങിയുണ്ടോ? പക്ഷെ ഇപ്പോൾ വന്നേക്കുന്ന പുതിയ മച്ചാൻ ഇച്ചിരി സീനാ. മച്ചാൻ ഒട്ടും വിട്ടുകൊടുക്കുന്നൊരു മൈൻഡൊന്നും അല്ല. സോ അതിന്റെ ഒരു ചൊറിന്ന് തന്നെ തുടങ്ങിയതാ. ഇപ്പൊ റീസെന്റ് ഇൻസിഡന്റ് ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് അല്ലേ, സെക്രട്ടേറിയറ്റിൽ അവിടെ ഈ കൃഷി ദിനത്തിന്റെ എന്തോ ചെടി അതെന്തോ വൃക്ഷം നടാൻ വന്നപ്പോൾ അവിടെ ഭാരതാംബയുടെ ഒരു പടം കണ്ട് മച്ചാൻ ട്രിഗർഡേ. ഞാൻ നടുവിലെ പിള്ളേരെന്ന് പറഞ്ഞു പോയി. പുള്ളി ഇറങ്ങിപ്പോയി, ഇറങ്ങിപ്പോയി. ബ്രോ, നമ്മളുടെ നാട്ടിലെ ഒരു മന്ത്രി ഭാരതാമ്മയുടെ പടം കണ്ടിട്ട്, ബീറ്റ് ക്രിസ്ത്യൻ, മുസ്ലിം ഓർ ഹിന്ദു, അതാരും ആയിക്കോട്ടെ, അതൊരു റിലീജിയസ് അല്ലാതെ റിലീജിയസ് അല്ല, ദാറ്റ് ഈസ് എ കൾച്ചറൽ തിങ്. നമ്മളുടെ ഭാരതം എന്ന് പറയുന്ന, ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ലാൻഡിനെയും മണ്ണിനെയും ഒക്കെ നമ്മൾ കാണുന്ന അവർ മദറായിട്ട് കാണുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഫോട്ടോ കണ്ടിട്ട് ഹി ഗോട്ട് ട്രിഗേർഡ് ആൻഡ് ഹി ലെഫ്റ്റ് ദ പ്ലേസ്. അടുത്തോട്ട് നിങ്ങൾ തന്നെ എലക്ട് ചെയ്യിപ്പിച്ചു, എനിക്കൊന്നും പറയില്ല. യെസ്, അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, പല സ്ഥലത്തു നിന്നും ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് അറ്റാക്ക് വരുന്നുണ്ട്. പക്ഷേ അതിൽ ഞാൻ ട്രിഗേർഡ് ആവുന്നില്ല, കാരണം ദാറ്റ് ഈസ് ആക്ച്വലി ഓപ്പണിംഗ് പീപ്പിൾസ് മൈൻഡ്. ടോക്ക് വിത്ത് മോർ എന്ന് വെച്ചാൽ എന്താ പറയണേ, കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, ചില ടൈപ്പ് ദൈവങ്ങളെ മാത്രം, ചില മതത്തിലുള്ള ദൈവങ്ങളെ മാത്രം കളിയാക്കാനും ട്രോളും വരുന്നുണ്ട്. അപ്പോൾ അതും ഇമാതിരി ബഹിഷ്കരണങ്ങളും. അപ്പോൾ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് ഓക്കെ, ഞാൻ മനസ്സിലാക്കാം, മതപരമായിട്ടൊരു കാര്യം വേണ്ട ഒരു പബ്ലിക് പരിപാടിയിൽ എന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, ഫോർ ടു ആൻ എക്സ്റ്റെൻറ്റ് വി ക്യാൻ ബി ബ്ലൈൻഡ് ആസ് കമ്മീസ് ആൻഡ് വി അണ്ടർസ്റ്റാൻഡ്. അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുന്നേ പരിപാടികളിൽ മറ്റേ സൗദി അറേബ്യയിലെ MBS ഒക്കെ തോളേക്കൂടെ ഇടത്തില്ലേ, മറ്റേ ആ സാധനം ഇട്ട് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ എന്താ പറയണേ, ഒരു പരിപാടി ഇനാഗ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുക. അപ്പം ക്ലിയർലി ഒരു വിഭാഗത്തിനെ അത് ഇൻ സപ്പോർട്ട് ഓഫ് പാലസ്തീൻ പ്രശ്നത്തിന് വേണ്ടി വന്നതാ. അപ്പൊ പാലസ്തീൻ പ്രശ്നത്തിന് വരുവാണെങ്കിൽ അവിടെ വന്ന് നമുക്ക് നിങ്ങൾ അഭിപ്രായം പറയാം, നിങ്ങൾക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ അവിടെ ഒരു മതപരമായിട്ട് ഒരു റിലീജിയസ് അറ്റയർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫോട്ടോ പോലും കൊണ്ടുവന്നതല്ല, ഒരു ഫ്ലാഗ് അല്ല, ഒരു റിലീജിയസ് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വന്ന് സപ്പോർട്ട് കാണിക്കുന്നു ഒരു വിഭാഗത്ത്. മറ്റേ സ്ഥലത്ത് പബ്ലിക് ഇനാഗുറേഷൻ വന്നപ്പോൾ അവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നു, അതും ഭാരതാംബ. ദാറ്റ് ഈസ് നോട്ട് റിലീജിയസ്, അതൊരു കൾച്ചറൽ സാധനമാണ്. അപ്പോൾ അത് കണ്ടിട്ട് ട്രിഗർ ആയിട്ട് ഇറങ്ങിപ്പോകുന്നു. സോ ഇതിൽ നിന്ന് കാണുന്ന തലയ്ക്ക് വിവരമുള്ളവർക്ക് മനസ്സിലാവും, ദിസ് ഈസ് നോട്ട് സെക്കുലർ തിങ്, ദിസ് ഈസ് ഫേവറിങ് എ പർട്ടിക്കുലർ റിലീജിയൻ ആൻഡ് ഔട്ട്കാസ്റ്റിംഗ് എ പർട്ടിക്കുലർ റിലീജിയൻ. അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് നമ്മളുടെ കേരളത്തിൽ ഉള്ളത്. അത് മനസ്സിലാക്കി ജയിപ്പിക്കേണ്ടവർക്ക് ജയിപ്പിക്കാം, അവർ ജയിക്കുന്നത് കൊണ്ട് ഗുണമുള്ളവർക്ക് അവരെ വോട്ട് ചെയ്യുക.
അവർ ജയിക്കുന്നത് കൊണ്ട് ദോഷമാണ് വരുന്നതെന്ന് പറയുന്നവർ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യായിരിക്കും. ഞങ്ങൾ വോട്ടിങ്ങോ നോ വോട്ടിങ്ങോ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇറ്റ്സ് അപ് ടു യു. പ്രീഫേസ് ആണ്, ഇത് ഞങ്ങൾ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. ടോപ്പിക് ഇപ്പം മാറും. അതെ, ഞങ്ങൾ വി ഡോണ്ട് ലൈക്ക് ടു ടോക്ക് അബൌട്ട് റിലീജിയൻ. പക്ഷെ എന്നാലും റീസെന്റ് എന്റെ മൈൻഡിൽ വന്നൊരു കിഡിലൊരു സാധനമുണ്ട്. ഇവിടുത്തെ ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ഓൾ ഇന്ത്യ, അവര് പ്രൊട്ടസ്റ്റ് എടുത്തേക്കുക. എന്തിനായിരുന്നു? ടാറ്റയ്ക്കെതിരെ സ്റ്റുഡിയോ ബോയ്ക്കോട്ട്. എന്തിനായിരുന്നു? ടാറ്റ ഇസ്രായേലിൽ കാറ് വിൽക്കുന്നു. എനിക്കൊന്നും പറയാനില്ല. ബോയ്ക്കോട്ട് സ്റ്റുഡിയോ, ബോയ്ക്കോട്ട് ടാറ്റ എന്നൊക്കെ പറഞ്ഞ്. ടാറ്റ എന്ന് പറയുന്നത് എന്റെ കാർ വയ്ക്കുന്ന കമ്പനിയാണ്. അവർ ഇസ്രായേലിൽ കൊണ്ട് കാർ വയ്ക്കുന്നതിന് ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. എന്തുവാണ് ഇതൊക്കെ ബ്രോ? ഞാൻ പറയട്ടെ, നിങ്ങൾ അമേരിക്കയും ബ്രിട്ടനെയും ചൈനയൊക്കെ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് വെച്ചാ എന്താ? ഈ പാലസ്തീനിലോട്ട് ബോംബ് ഇടാൻ വേണ്ടി ബോംബ് കൊടുക്കുന്നതൊക്കെ ആരാ? സത്യം അവരാണ്. ഈ പാലസ്തീനിലെ ആളുകളെ കൊല്ലാൻ വേണ്ടി ബോംബ് കൊടുക്കാൻ സഹായിക്കുന്ന ലോക്കീഡ് മാർട്ടിനും ചൈനീസും പിന്നെന്തുവാ ബാക്കിയുള്ള തുർക്കിയിലെ ബോംബും വേറെ എത്ര രാജ്യത്തെ ബോംബുകൾ പോകുന്നുണ്ട്. അതൊന്നും എന്താ ആരും പറയാത്തെ? നിങ്ങൾ ആ രാജ്യങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യും. നിങ്ങൾ അവരുടെ പെർഫ്യൂം അടിക്കാതിരിക്കുക, നിങ്ങൾ അവരുടെ തുണി ഉപയോഗിക്കാതിരിക്കുക, നിങ്ങൾ അവരുടെ വണ്ടി വാങ്ങിക്കാതിരിക്കുക. എല്ലാവർക്കും ജീപ്പ് കോമ്പസും. നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്കെല്ലാം ജീപ്പ് കോമ്പസാണ്. വേറെ കോമഡി സംഭവം ഇത് ഞാൻ പറയട്ടെ, നിങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു 200 രൂപയുടെ ഷർട്ട് വാങ്ങിക്കുമ്പോൾ, 200-300 രൂപയുടെ ഷർട്ടിനാണ് എല്ലാവരും സ്റ്റുഡിയോയിൽ പോകുന്നത്. 300 രൂപയുടെ ഷർട്ട് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് 25 രൂപ ടാറ്റയ്ക്ക് പോകുമായിരിക്കും. അതും പ്രോഫിറ്റോ അല്ലെങ്കിൽ ടാക്സോ എല്ലാം കഴിഞ്ഞിട്ട്. പക്ഷേ ഇടതുപക്ഷ മുന്നണിയിലെ ഏറ്റവും കൂടുതൽ മന്ത്രിമാരുടെ ലക്ഷറി വാഹനങ്ങളിലൊന്നാണ് ജീപ്പ് കോമ്പസ്. ഞാൻ മന്ത്രിയുടെ പേരൊന്നും പറയുന്നില്ല. ഞാൻ കളക്ഷനുള്ള മന്ത്രി ഉണ്ടല്ലോ, റീൽസ് കളക്ഷൻ, കാർ കളക്ഷന്മാരുള്ള മന്ത്രിയുണ്ട്. ബ്രോ, നിസ്സാരമായ ഒരു സർക്കാർ ജോലി പോലെ ഒരു ജോലിയാണ് മന്ത്രി എന്ന് നിങ്ങൾ ആലോചിക്കണം. അത് ചെയ്ത് കാർ കളക്ഷൻസ്. ഓക്കെ, പോട്ടെ. ജീപ്പ് കോമ്പസ് വാങ്ങിക്കുന്നത് നിങ്ങൾക്കറിയാം, അതൊരു അമേരിക്കൻ കമ്പനിയാണ്. അതേ അമേരിക്കൻ കമ്പനിയാണ് പാലസ്തീനകത്ത് മണ്ടയില് പിള്ളേരെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അമേരിക്ക. പാറ്റേൺ കമ്പനി. അപ്പത്തേക്കും ഈ അമേരിക്കയിലോട്ട് ഒരു ജീപ്പ് കോമ്പസ് നിങ്ങളുടെ മന്ത്രി വാങ്ങിക്കുമ്പോൾ 25 ലക്ഷത്തിനകത്ത് 6-7 ലക്ഷം അമേരിക്കയ്ക്കാണ് പോകുന്നത്. 100% ടാക്സ്, 120% ടാക്സ്, 130% ടാക്സ് ഒക്കെയാണ്. സോറി, അതൊന്നും പ്രശ്നമില്ല. ഇവിടെ ടാറ്റ ഇവിടുന്ന് സ്റ്റുഡിയോയിൽ 300 രൂപയ്ക്ക് ഷർട്ട് വിൽക്കുന്നതാണ്. ഇതൊക്കെ സംഭവം എന്താ പറയുക? ഞാൻ പറയട്ടെ, ഈ പാവപ്പെട്ട പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പിള്ളേർക്കൊന്നും ഒരു വിവരവും. അവരെ പറ്റിക്കുകയാണ്. അവർ എന്താണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ? ഞാനാണ് അവരുടെ ലീഡറെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വുഡ് ഹാവ് ടോൾഡ് ദം, ഡു നോട്ട് ബൈ അമേരിക്കൻ പ്രോഡക്ട്സ്, ഡു നോട്ട് ബൈ ജൂയിഷ് പ്രോഡക്ട്സ്. നമ്മുടെ മാർക്കറ്റിൽ എത്ര ശതമാനമാണ് അമേരിക്കൻ പ്രോഡക്ട്സ് വരുന്നത്? അതെല്ലാം അവർ വാങ്ങിക്കും. ഡിയോറ്, ഫാഷന്, മറ്റേത് മറിച്ചത് എല്ലാം വാങ്ങിച്ച് പൂശി അമേരിക്കയ്ക്ക് 10 ലക്ഷം കൊടുക്കും. ഇവിടെ 1 ലക്ഷം പോകുന്നത് വേണ്ടാന്ന് പറയും. സി, ദേ ആർ ബീങ് പ്ലേഡ്. ഇപ്പൊ ടാറ്റയ്ക്കെതിരെ വലിയൊരു ഇത് നടക്കുകയാണ്. ടാറ്റയ്ക്ക് പകരം ഒരു പുതിയ FMCGയും പുതിയൊരു പ്ലെയറും വരികയാണ്. ദാറ്റ് ഈസ് ആൻ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്രം സൗദി ആൻഡ് ഇസ്ലാമിക് കൺട്രീസ്. അപ്പോൾ ഇവിടെയുള്ള ബിഗ് പ്ലെയേഴ്സിനെ അടിച്ചു താക്കാൻ വേണ്ടിയാണ് ടാറ്റയും അദാനിക്കും അംബാനിക്കും ഒക്കെ എതിരെ ഭയങ്കര മൂവ്മെന്റ് പാവപ്പെട്ട അറിവില്ലാത്ത പിള്ളേരെ കൊണ്ട് ചെയ്യിക്കും. അതെ, ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ സമരത്തിന് ബിരിയാണി ഞാനും അങ്ങനെ പൊറോട്ടയും ബീഫും വാങ്ങിച്ച് തിന്നാൻ വേണ്ടി കൊടി പിടിക്കാൻ പോയിരുന്നു. രാത്രി കുപ്പി കൂടി എടുത്തോട് കൊള്ളാം. പിള്ളേർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രൊട്ടസ്റ്റ് ചെയ്യും. ഉറപ്പായിട്ടും അത് അവരെന്തിനാണ് നിൽക്കുന്നതെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പം ഇതുപോലുള്ള ആളുകൾക്ക് ഒരു ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ജന്മം അല്ല നിങ്ങളത്. നിങ്ങൾ ആലോചിക്കുക, വീട്ടിൽ പോയിരുന്ന് ഇതിന് അർത്ഥമുണ്ട്, ഇത് ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തുറന്ന് പറയുക. എന്നിട്ട് നിങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തോന്നുമെങ്കിൽ ചെയ്യുക, ഡെഫിനറ്റ്ലി ചെയ്യുക. ബിക്കോസ് യു ആർ എ ഫ്രീ ഗായ് ആൻഡ് ദിസ് ഈസ് ഇന്ത്യ. യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. ഇത് സൗദി അറേബ്യയോ ഇത് പാകിസ്ഥാനോ ഇത് ടർക്കിയോ അല്ല. ലീഡേഴ്സിനെ പറ്റി കുറ്റം പറഞ്ഞാൽ ജയിലിൽ പിടിച്ചാൽ. ദിസ് ഈസ് ഫ്രീ ഇന്ത്യ, ദിസ് ഈസ് ഭാരത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അൺലെസ് യു ഡോണ്ട് ബ്രേക്ക് ദ ലോ, യു ആർ ഫ്രീ ടു ഡു ഇറ്റ്. ടു മച്ച് ഓഫ് റിലിജൻ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക്. സത്യം, ഇവനാണ് വിഷയം എടുത്തിട്ട് പറയണമെന്നുണ്ട്. പക്ഷേ എന്താ പറയാ, നമ്മൾ ഈ പറയുന്ന പകുതിയും പേരും നമ്മളൊരു മതപരമായ ഒരു വ്യൂ പോയിന്റിൽ അത് എടുക്കത്തുള്ളൂ. മതപരമായ വ്യൂ പോയിന്റിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡേഴ്സ് ആർ പ്ലേയിങ്, അത്ര എനിക്ക് പറയുള്ളൂ. യെസ്, ലീഡേഴ്സ് ആർ. നമ്മളെ പോലുള്ള ഏറ്റവും ചെയിനിന്റെ താഴെ നിൽക്കുന്ന ലിങ്കിൽ ആളുകൾ അടികൂടുക. ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ ലീഡറും BJPയുടെ ലീഡറും എല്ലാവരും ഇന്ന് റാവിസിലിരുന്ന് ഒരുമിച്ചിരുന്ന് ഒരു ടേബിളിൽ ഇരുന്ന് ഫുഡും കഴിച്ച് നമ്മളെ മണ്ടന്മാരെന്ന് പറയുക. ഇൻക്ലൂഡിങ് SDPI, BJP, സുരേഷ് ഗോപി, മറ്റവൻ എല്ലാം കളിപ്പീര. സുരേഷ് ഗോപിയെ പറ്റിയും പറയണമല്ലോ. ഞാൻ റീലുണ്ട് അവര് മറ്റേ ചെവി കേൾക്കാത്തവന്റെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇയാൾ ഭയങ്കര സെക്യുലാറിസം ആണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇപ്പം
ജയിച്ചതിന് ശേഷം വാ തുറന്ന ജാതി മാത്രമേ ഉള്ളൂ. ബ്രാഹ്മണൻ ആ ഇയാള് പറയാം അടുത്ത ജന്മമെങ്കിലും എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കണം, കർമ്മം കൊണ്ട് എന്ത് ബാക്കി ആർക്കും ഇത് ഞാൻ പറഞ്ഞതാന്ന് തോന്നുന്നു ഈ പോഡ്കാസ്റ്റിൽ. ഇതുപോലുള്ളവരെയൊക്കെ ഇലക്ഷൻ വേറൊരാള് ഇത്രയും നിർണായകരമായിട്ട് ഒരു സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഇലക്ഷൻ നിർത്തിയേക്കുന്ന ഒരാളാണ് കൃഷ്ണകുമാർ. ബ്രോ 4 പെൺമക്കൾ ഉണ്ടായത് കൊണ്ട് മാത്രം ഫെയിം ഉള്ള ഇപ്പൊ ഒരു ഫെയിൽഡ് ആക്ടർ ആണെന്ന് ഞാൻ പറയും. ബ്രോ ഈസ് ഗോട്ട് ബാഡീസ് ബ്രോ. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഐ സപ്പോർട്ട് യു. ആ 4 ബാഡീസിനെ ഞാൻ സപ്പോർട്ട്. അവർ അടിപൊളിയാണ്, പിള്ളേര് നൈസാണ്. അത് അച്ഛൻ നൈസാവണമെന്നില്ലല്ലോ. അങ്ങേർക്ക് ഒരു സംസ്ഥാനത്തിൽ വന്ന് ഒരു തിരുവനന്തപുരം പോലത്തെ ഒരു സ്ഥലത്ത് ഇലക്ഷനിൽ നിന്ന് ജയിച്ച് MP ആവാൻ എന്ത് യോഗ്യതയാണുള്ളത്? 15 സിനിമയിൽ അഭിനയിച്ചതോ? വേറെ കാര്യമുണ്ട്, ചതിക്കാത്ത എന്തുല്ല വില്ലനായതോ? ബ്രോ 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്സിൽ നിർത്താൻ സമ്മതിക്കത്തില്ല ഇവര്. കാരണം മിനിമം ക്വാളിഫിക്കേഷൻ ഇപ്പൊ വന്നേക്കുന്നത് 10th ഫെയിലാണ്. കാരണം ഇവരുള്ളവന്മാര് കയറിയ ബാക്കിയുള്ള എല്ലാവർക്കും പ്രശ്നം. അവിടെ മറ്റേ ട്രോള് കാണുന്നുണ്ടോ, കമ്മ്യൂണിസം എക്സ് അൽ കമ്മ്യൂണിസം. പിന്നെ വേറൊരു പോഡ്കാസ്റ്റ് ഞാൻ ഞാൻ ചെയ്യുന്നുണ്ട്, ഹൗ കമ്മ്യൂണിസം ഈസ് റൂയിനിങ് കേരള എന്നല്ല, ഹാസ് ബീൻ ഇൻഫിൽട്രേറ്റഡ് ബൈ ഫോറിൻ ഇസ്ലാമിക് പവേഴ്സ്. That is actually very true. അത് ഞാനൊരു 1.5 മണിക്കൂർ പഠിച്ച് വന്ന് ചെയ്യും. ഐ ഡോണ്ട് കെയർ അബൌട്ട് അതിപ്പോ ചെയ്യത്തില്ല. അതെ അതെ അതെ, അത് ഭയങ്കര പ്രശ്നവും. ബിക്കോസ് ഫാക്ട്സും നമ്പേഴ്സും പേപ്പറും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഞാൻ ചെയ്യും. ഹൗ ദേ ഹാഡ് ബീൻ ഇൻഫിൽട്രേറ്റഡ് ബൈ ഫോറിൻ ഇസ്ലാമിക് പവേഴ്സ്. ഗൈസ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇവന്മാർക്ക് കിറുക്കന്മാരാണോ? ഗൈസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പരിപാടി ഇത് തന്നെ, വി ഡീപ് റീസെർച്ച്. യെസ്, അത് തന്നെ, വേറെ പരിപാടി ഇല്ല. ഞങ്ങള് എല്ലാ മതത്തിനെയും കുറ്റം പറയും, എല്ലാ പാർട്ടിയെയും കുറ്റം പറയും. എന്തിനാണ്? ഇത് കാണുന്ന 1000 അല്ലെങ്കിൽ 500 പേർക്ക് അവർക്കൊന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. കാരണം കൊച്ചിനെ വിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്ന്, ലോകത്ത് നടക്കുന്ന ഒന്ന്. നമ്മളെ വോട്ട് ചെയ്യാൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ഇലക്ഷന് നിൽക്കണം, എന്തുകൊണ്ട് ഇലക്ഷന് നിൽക്കാത്തത് പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്താ ആരും ഇലക്ഷൻ നിൽക്കാത്തത്? ഇലക്ഷൻ നിൽക്കേണ്ട പ്രൊസീജിയേഴ്സ് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ആർക്കെങ്കിലും പഠിപ്പിച്ചു തരുന്നുണ്ടോ? നിങ്ങളൊരു ഇലക്ഷൻ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും അറിയത്തില്ല, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കത്തോലുമില്ല. എന്താ ഇതുപോലുള്ള അപ്പൂപ്പന്മാരുടെ മക്കളുടെ കൊച്ചുമക്കന്, അവരുടെ മരുമോന്റെ കുഞ്ഞിന്റെ മാപ്പിളയ്ക്ക് ഇവർ മാത്രമേ ഒരു ഫാമിലിയിൽ നിന്ന് മാത്രമേ നിൽക്കുന്നുള്ളൂ. നിങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ നോക്കിക്കോ, നിങ്ങളുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന ആളും നിങ്ങളുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന ആളുടെ അച്ഛനും അയാളുടെ അച്ഛനും അവിടുത്തെ പ്രമുഖ ഇലക്ഷൻകാരായിരിക്കും. MLA മാരും MP മാരും ഒക്കെ മന്ത്രിമാരും ഒക്കെ ആയിരിക്കും. ഇതൊരു എന്താ പറയുന്നത്, രാജഭരണമായിട്ട് പോവുകയാണ്. ഇത് ബ്രേക്ക് ചെയ്യണം. വി ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. മാത്രമല്ല എന്താ പറയുന്ന, പുതിയൊരു പാർട്ടി വരാൻ സമയമായി. ഉറപ്പായിട്ടും പുതിയൊരു പാർട്ടി, ഈ ഇടതും വലതും മറ്റേ ചാണകവും സുഡാപ്പിയും പിന്നെ വേറെ ഉണ്ടാകുന്നല്ലോ, കമ്മിയും കൊമ്മിയും ഒക്കെ മാറുന്ന അതൊക്കെ മാറണം. പുതിയ പഠിപ്പും വിവരമുള്ള നല്ല അച്ചടക്കമുള്ള ആമ്പിള്ളാരും പെമ്പിള്ളാരും പൊളിറ്റിക്സിൽ വന്ന് ഇറങ്ങി നിന്ന് ജയിക്കണം. തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് അങ്ങനെ വന്ന് നിന്നാൽ ഉറപ്പായിട്ടും ജയിക്കും. ജയിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെയുള്ളതിന് എല്ലാ സപ്പോർട്ടും നമ്മളുടെ രീതിയിൽ നിന്ന് കാണും. അങ്ങനെയുള്ളവർ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും കിടക്കുന്നു. കാരണം വിവരമുള്ളവർ പൊളിറ്റിക്സിലില്ല. 10ാം ക്ലാസ് ജയിച്ച ആരെങ്കിലും ഒക്കെ വരട്ടെ. ഈ കമ്മ്യൂണിസത്തിനൊരു പ്രശ്നമുണ്ട് കേരളത്തിലെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ചൈനയും റഷ്യയൊക്കെ. അതുപോലൊരു കമ്മ്യൂണിസ്റ്റ് സ്ഥലം പിന്നുള്ളത് കേരളവും ഒക്കെയാണ്. അപ്പം ഈ ചൈനയിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റാണ്, ചൈന ഞങ്ങളുടെ അതാണ് ഇതാണെന്ന് ഇവിടെ കിടന്ന ആളുകൾ പറയുമ്പോഴും ഇപ്പോഴും ലീഗൽ ടെൻഡറുകൾ നമ്മൾ എന്തിനാ ക്യാമറ വാങ്ങിച്ചില്ലേ, അതുപോലും ചൈനയാണ് വാങ്ങിക്കുന്നത്. എന്തുകൊണ്ട്? വിലക്കുറവ് മാത്രമല്ല, നമ്മുടെ സഖാക്കളാണ് എന്നാ പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ചൈനയിലെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ദേ ആർ വെരി ഡീപ്ലി റൂട്ടഡ് ഇൻ ദെയർ കൾച്ചർ. നിങ്ങൾ ചൈനയിലെ ഒരു TV പ്രോഗ്രാം എന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സെക്കൻഡ് എടുത്ത്. ഒരു ചൈനീസ് TV പ്രോഗ്രാം നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഡ്രാഗനും കുറേ ആളുകളും ആയിരിക്കും റോഡിൽ കൂടെ ഓടുന്നത്. ബ്രോ, എവ്രി പ്രോഗ്രാം, എവ്രി ചാനൽ ഈസ് കൺട്രോൾഡ് ബൈ ചൈനീസ് മീഡിയ ആൻഡ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് മീഡിയ. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് മീഡിയ എന്ത് ചെയ്യും? ദേ ആർ വെരി ഡീപ്ലി ഹോൾഡിങ് ഓൺ ടു ദർ കൾച്ചർ. ഈ എല്ലാ ഡ്രാഗൺ ഇതിൻ്റെയും എല്ലാ മ്യൂസിക്കൽ ആർട്ടുകളുടെയും അവരുടെ എല്ലാ ടെമ്പിളുകളും, അവരുടെ ഷാവലിൻ ടെമ്പിളുകൾ, അവരുടെ കൾച്ചർ, അവരുടെ എല്ലാം കാത്തു സൂക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അവിടുത്തെ അവർ ദൈവവിശ്വാസികളല്ലെന്ന് പറയുന്നുണ്ട്. അവർ ചിലപ്പം മറ്റേതാവുന്നില്ല മറിച്ചതാവുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ അവരുടെ കൾച്ചർ, അവരുണ്ടായത്, അവരെ എങ്ങനെയാണ് അവരെ നിലനിർത്തിയത്, മനുഷ്യരെന്ന രീതിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവർ ഭയങ്കര വൃത്തിയായിട്ട് ചെയ്യും. ആൻഡ് ദേ ആർ ദി മോസ്റ്റ് ക്യാപിറ്റലിസ്റ്റിക് കൺട്രി ഇൻ ദ വേൾഡ്. ദേ ആർ ദ മോസ്റ്റ് ക്യാപിറ്റലിസ്റ്റിക് ആൻഡ് ദേ ആർ ദ മോസ്റ്റ് കൾച്ചറലി റൂട്ടഡ് കൺട്രി ഇൻ ദ വേൾഡ്. സത്യം, രണ്ടും ഒരുമിച്ചാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് റഷ്യ.
ഇതുപോലൊരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ രാജ്യം, സത്യം. ഏറ്റവും നല്ല രാജ്യം ജീവിക്കാനുള്ള, ഇപ്പൊ യുദ്ധം ഇല്ലായിരുന്നെങ്കിൽ ഏറ്റവും നല്ല രാജ്യങ്ങളൊന്നും അല്ല, ജീവിക്കാനുള്ള. അതിനകത്തൊരു മൂവ്മെന്റ് തന്നെ ഉണ്ട്. റഷ്യൻ ബ്ലോൺസിന് വേണ്ടി എത്രയോ യൂറോപ്യൻസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്, റഷ്യൻ ബ്ലോൺസ്, പാസ്പോർട്ട് ബ്രോസ്. അത് തന്നെ, റഷ്യൻ ബ്ലോൺസിനെ കല്യാണം കഴിക്കാൻ വേണ്ടി യുഎസ് എന്നും അമേരിക്കന്ന് ഒരുപാട് അത്ര നല്ല പെണ്ണുങ്ങളാണ്. അവർ നമ്മുടെ രാജ്യത്ത് ഇതെല്ലാം കണ്ടിട്ട് തലതിരിഞ്ഞാണ് ഇവിടെ എത്തുന്നത്. to cut that, bro. That's too out of the radar. So let's talk about gravity, spaces. അങ്ങനത്തെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാധനം ഞാൻ ഈയിടെ ആലോചിച്ചു. ഇനി ഗൈസ്, കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ സ്ലീപ്പ് വാക്കിംഗ് ട്രൈ ചെയ്യുമെന്ന്, ലൂസിഡ് ഡ്രീമിങ്. ആൻഡ് എൻ്റെ കറക്റ്റ് സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു തരാം. ഐ വാസ് ഓൾ റിലാക്സ്ഡ് ഇൻ ബെഡ്, ഇങ്ങനെ കിടക്കുക റിലാക്സ് ചെയ്ത്. ഞാൻ ഐ വാസ് റിലാക്സിങ് മൈ ബോഡി ആൻഡ് ഓൾ. ഞാൻ എന്താ എൻ്റെ മൈൻഡിനെ ട്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഉറക്കത്തില് അവിടെ ഇവിടെ സൂചി കുത്താൻ തുടങ്ങി. അമ്മ സത്യം, എടാ അത് ഇത് കണ്ടവർക്ക് 90% പേർക്കും ഇത് കുത്തി കാണും. ഞാൻ വിചാരിച്ച് അമ്മ സത്യത്തിൽ സൂചിയാണോ ഉറുമ്പ് അടിക്കണോ എന്നൊരു ചെക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇല്ല കുഴപ്പമില്ല, സൂചി കുത്തി 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 ഇറങ്ങി. അവസാനം ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ എന്റെ കണ്ണില് പാറ്റേൺസ് വരാൻ തുടങ്ങി. കളേഴ്സ് അല്ല, എനിക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രാവിറ്റി. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് പ്രോമിനന്റ് വൺ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രാവിറ്റിന്റെ അകത്തായി പോയി. ഇങ്ങനെ ഒരു ഒബ്സ്ക്യൂർ സാധനത്തിന്റെ ഇടയിലായി പോയി. ഓൾവേസ് മൂവ് 22 പക്ഷെ എനിക്കത് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് എത്താൻ പറ്റിയില്ല. ഐ വാസ് ഞാൻ 2-3 മണിക്കൂർ എടുത്തു ഈ സ്റ്റേറ്റ് വരെ എത്താൻ. പിന്നെ വാസ് മെന്റലി തളർന്ന് എനിക്ക് അപ്പത്തേക്ക് ഇവിടുന്ന് സുറിഞ്ച് കുത്തിയത് ഇവിടെ എത്തി. അപ്പോഴത്തേക്ക് പിന്നെ ചൊറിഞ്ഞു അത്ര. ഓക്കെ, സോ വാട്ട്സ് ഹാപ്പനിങ് വിത്ത് സ്പേസ് ബ്രോ? സ്പേസ് അല്ല, ഞങ്ങളൊരു ഏകദേശം ഒരു 1/4 മണിക്കൂർ സംസാരിച്ചു. വിൽ ബി കട്ടിങ് 30 minutes ഓഫ് ഇറ്റ്. കാരണം ഇല്ലാതെ ജീവന് ഭീഷണി. 15 മിനിറ്റത്തേക്ക് ഞങ്ങളത് കട്ട് ചെയ്യും. ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ ആയിരിക്കും തുടങ്ങുന്നത്. എന്താ പറയുന്നത്, സ്പേസ് അല്ലെങ്കിൽ മിൽക്കി വേ ഗാലക്സി അല്ലെങ്കിൽ നമ്മളുടെ സോളാർ സിസ്റ്റത്തിനെ പറ്റി വേദാസ് എന്താണ് പറഞ്ഞത്? കുറെ പേര് ചോദിച്ചു അതിനെ പറ്റി. വാട്ട് ഡിഡ് അവർ ഏൻഷ്യൻ ബുക്സ് talk about these Vedas, these stars, sun, moon, solar system എന്തൊക്കെയാണ്. അപ്പോൾ വാട്ട് ഐ ഫൈൻഡ് വെരി എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ഈസ് ലോട്ട് ഓഫ് ദ തിങ്സ് ദാറ്റ് ഈസ് നോൺ ടു അസ് നൗ. ജെയിംസ് വെബ് ടെലസ്കോപ്പ് 2021-22 ഇട്ടു. അതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, അതിന് മുന്നത്തെ 2010 കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചന്ദ്രനിൽ പോയി കണ്ടുപിടിക്കും, ഇത് എല്ലാം 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ബുക്കുകളിൽ എഴുതി വെച്ചേക്കുക. ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്കുകളിലൊക്കെ ഇത് എങ്ങനെ വരുന്നു, ബുക്കുകളിൽ എന്താണ് എഴുതിയേക്കുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വായിക്കേണ്ടത്? ഓബിയസ്ലി വി ആർ ഡൂയിങ് ഇറ്റ് റോങ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹിന്ദു പുരാണത്തിലെ ആസ്ട്രോണമിയെ പറ്റി പറയും. എനൂമ എലിഷ് എന്ന് പറയുന്ന പുരാണത്തിലെ ആസ്ട്രോളജിയെ പറ്റി പറയും. അത് സുമേറിയൻ ഈജിപ്ഷ്യൻ മെസപ്പൊട്ടേമിയൻ ഈജിപ്ഷ്യൻ സ്ഥലമാണ്. പിന്നെ എമറാൾഡ് ടാബ്ലറ്റിലെ ആസ്ട്രോണമിയെ പറ്റി പറയും. അതും അല്ലല്ല, അതും എന്താ പറയുന്ന ഈജിപ്ഷ്യൻ സ്ഥലത്തെയാണ്. അതുപോലെ തന്നെ ബൈബിളിൽ ഗൈസ്, ഹിന്ദു പുരാണാസ് ആൻഡ് ബൈബിൾ ഏളിയൻസിൻ്റെ കൂട്ടമാണ്. എവ്രിവെയർ യു ലുക്ക് ഈസ് ഏലിയൻസ്. അത് ഞാൻ ഞെട്ടിപ്പോയൊരു ഫാക്റ്റാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ബിക്കോസ് ഇത് നമ്മൾ എന്താ വായിക്കാൻ പറ്റാത്ത, എന്താ അറിയാൻ പറ്റാത്ത എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് തുടങ്ങിയതാണ്. സോ ഇതിനകത്തോട്ട് നമുക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സൂര്യനും അതിന് ചുറ്റും കറക്റ്റായിട്ട് കുറഞ്ഞൊരു പ്ലേറ്റിൻ്റെ കണക്കൊക്കെ കറങ്ങുന്ന കുറേ പ്ലാനറ്റ്സും ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ല നമ്മളുടെ പുരാണങ്ങളിലും നമ്മളുടെ വേദാസിലും നമ്മളുടെ ബൈബിളിലും ഈജിപ്ഷ്യനിലും ഓസ്ട്രേലിയയിലും ഒന്നും പറയുന്നത്. ഓസ്ട്രേലിയയിലെ അബോർജിൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം പണ്ടത്തെ ആളുകൾ എല്ലാം കഴിഞ്ഞ 900 വർഷമായിട്ട് പറയുന്ന കഥകൾ വേറെയാണ്. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് നാസയും ഇസ്രോയും അതിൻ്റെ കൂടെയുള്ള ആളുകൾ മാത്രമാണ് പറയുന്നത് ഇത് ഉണ്ടയാണ്, ഇത് ഇതുപോലെ കറങ്ങുന്നതാണ്. ദിസ് ടൈപ്പ് ഓഫ് മോഡൽ ജസ്റ്റ് കെയിം നൗ. ഇതിന് മുന്നേ അഡ്വാൻസ് ടെക്നോളജീസും അഡ്വാൻസ് ബീയിങ്സും നമ്മുടെ ഗോഡ്സും ഒക്കെ ജീവിച്ചിരുന്നപ്പോൾ ദേ വേർ ടെല്ലിംഗ് ഡിഫറെൻറ്റ് സ്റ്റോറി അബൌട്ട് ദ സോളാർ സിസ്റ്റം. ഹൗ ഈസ് ദ സോളാർ സിസ്റ്റം അക്കോർഡിംഗ് ടു പുരാണാസ്? ഹൗ ഈസ് ദ സോളാർ സിസ്റ്റം അക്കോർഡിംഗ് ടു ദ പുരാണാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമേ വേണമെങ്കിൽ ഞാൻ ഇത് എന്താണെന്ന് പറയാം. അല്ലെങ്കിൽ ബൈബിളിൽ
ഉള്ളൊരു വാറിനെ പറ്റി പറയാം. Yeah. അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. Yeah. ബൈബിളിൽ ഒരു വാറുണ്ട്. ഇത് ബൈബിളിനകത്ത് സോളമൻ ആണ് പറയുന്നതെന്ന് തോന്നുന്നു. ഞാനതിപ്പോൾ പറഞ്ഞുതരാം. ബൈബിളിൽ ജെനസിസിൽ ജോബ് എന്ന് പറയുന്നതിനകത്ത് സോളമൻ പറയുന്ന ഒരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ബൈബിൾ വളരെ എൻക്രിപ്റ്റഡ് ആണ്. ബൈബിളിനകത്ത് ഫുൾ എസോട്ടറിക് നോളജാണ്. ബൈബിള് യഥാർത്ഥത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ഡീകോഡ് ചെയ്ത് അതിനകത്ത് വെച്ചേക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ നോളജ് ഇതിനകത്തുള്ളത് എല്ലാവർക്കും കിട്ടാൻ പാടില്ല. എന്നിട്ട് സോളമൻ അതിനകത്ത് ഇത് പറഞ്ഞതിന് ശേഷം ഇത് കൊടുത്തേക്കുന്നതാണ്, ഗ്ലോറി ടു ദ ഗോഡ് ഹു കൺസീൽ ദ നോളജ്. അടുത്ത സെന്റൻസ് ആണ്, ഗ്ലോറി ടു ദ കിങ്സ് ഹു സീക്ക് ദ ട്രൂത്ത്. ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ബൈബിള് രണ്ട് രീതിയിൽ വായിക്കാം. യു ക്യാൻ ബിലീവ് ഇൻ ബൈബിൾ, യു ക്യാൻ ലേൺ ബൈബിൾ. ഞാനും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്കിത്, കാരണം ബൈബിൾ ഇസ് ഫുൾ ഓഫ് ഹിഡൻ സീക്രറ്റ്സ്. ബ്രോ, ബൈബിൾ ഈസ് എ ജെം ഓഫ് എ ബുക്ക്. ഞാൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സാധനം ആൻഡ് വാട്ട് ഈസ് ഇൻ ദ ബൈബിൾ ഈസ് വെരി ഡിഫറെൻറ്റ്. ബൈബിൾ ഈസ് ഗോഡ് ബ്രോ. ബൈബിൾ ഈസ് ലിറ്ററലി ദി എപ്പിറ്റം ഓഫ് നോളജ്. എന്ന് പറഞ്ഞാൽ ഐസക് ന്യൂട്ടനെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഐസക് ന്യൂട്ടൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്തുമായിരിക്കും വിചാരിക്കുന്നത്? അയാളുടെ ലോസ് ഓഫ് മോഷൻ, ഫിസിക്സ്, ഗ്രാവിറ്റി, ഇതുപോലുള്ള. യഥാർത്ഥത്തിൽ ഐസക് ന്യൂട്ടൻ സ്പെൻഡ് 30% ഓഫ് ഹിസ് ടൈം ഫോർ സയൻസ് ആൻഡ് 70% ഓഫ് ഹിസ് റിസർച്ച് വാസ് ഡീകോഡിംഗ് സീക്രട്ട് മെസ്സേജസ് ഇൻ ബൈബിൾ. ദിസ് ഈസ് സ്റ്റഡി. ഐസക് ന്യൂട്ടൻ അയാളുടെ പഠനത്തിൽ 70% ബൈബിളിലെ സീക്രട്സ് വെളിയിൽ കൊണ്ടുവരാൻ നോക്കുക. അതുപോലെ തന്നെ ഡാവിഞ്ചി ബൈബിളിലെ സീക്രട്സ് വെളിയിൽ കൊണ്ടുവരാൻ നോക്കിയതാ. പല സീക്രറ്റും വെളിയിൽ കൊണ്ടുവന്നിട്ട് അയാളെ അവസാനം കൊന്നുകളയുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ലെസൺ നോൺ ഫാക്ട്സ് ആണ്. അപ്പോൾ ബൈബിളിൽ എന്താണ് ഇത്ര സീക്രട്സ്? ബൈബിളിനകത്ത് എവിടെയാണ് ഏലിയൻസിനെ പറ്റി പറയുന്നത്? ബൈബിളിലെ ദൈവം ആരാണ്? ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ പറയുന്നത് ഇനിയും ഡീപ്പ് ഡൈവ്, ഞങ്ങൾ ഇന്നത്തെ കാര്യം ബൈബിൾ ആയാലും എന്താ പറയുന്നത്, ഹിന്ദു പുരാണം ആയാലും ഈജിപ്ഷ്യൻ മിത്തോളജി ആയാലും, ഇന്നെല്ലാം തൊട്ട് ഞങ്ങൾ എല്ലാം തൊട്ട് പോവും. ഒരു റിലീജിയസ് ബുക്ക് ആയതുകൊണ്ട് ഞങ്ങളത് മൊത്തം അങ്ങനെ പറയുന്നതിന് മുന്നേ വിൽ ഗിവ് യു സാമ്പിൾസ് ആൻഡ് ടെൽ us how you feel. So make sure you guys subscribe. നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിറ്റിയിൽ കയറുക, അതിനെപ്പറ്റി സംസാരിക്കുക, ഡൗട്ടുകൾ ചോദിക്കുക, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരിക. ഇന്നത്തെ പോഡ്കാസ്റ്റും കഴിഞ്ഞ പോഡ്കാസ്റ്റും ഒക്കെ എനിക്ക് എത്ര പേരാണെന്നറിയാവും റിസോഴ്സുകളും ടോപ്പിക്സും തരുന്നത്. അത് ഹാറ്റ്സ് ഓഫ് മാൻ. എത്ര പേര് അവർ റിസർച്ച് ചെയ്ത് എനിക്ക് കാര്യങ്ങൾ കണ്ടുപിടിച്ച് തരിക, ഞാൻ അവർക്ക് വേണ്ടി കാര്യങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കുക. അതൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലിങ്കിൽ കയറി മറ്റേ കമൻറ്റിൽ ഗ്രൂപ്പിൽ എന്തായാലും കയറുക. ഗ്രൂപ്പ് അടിപൊളിയാണ്. മച്ചന്മാർ ഫയറാണ്. ഇന്ന് രാവിലെ സംസാരിക്കുന്നത് സ്പേസിനെ പറ്റിയാണെങ്കിൽ ഉച്ചയ്ക്ക് സംസാരിക്കുന്നത് ദൈവത്തിനെ പറ്റിയായിരിക്കും. ഉച്ചയ്ക്ക് ദൈവമാണെങ്കിൽ വൈകിട്ട് പൊളിറ്റിക്സ് ആയിരിക്കും. വൈകിട്ട് പൊളിറ്റിക്സ് ആണെങ്കിൽ രാത്രി വേറെ എട്ടായിട്ട് ഡിഫറെൻ്റ് ആണ്. വെരി വെരി വെരി. ഗെറ്റ് ബാക്ക് ടു ദി ടോപ്പിക്. ഇതിനെക്കുറിച്ച് പറ. See what is so secret in Bible? സോളമൻ ഒരു ടച്ച് ഓഫ് സ്റ്റോറി വാ ഞങ്ങൾക്ക് ഒരു സ്റ്റോറി പറയാം. കീപ്പ് us hooked ആണെങ്കിൽ ബൈബിളിൽ റേഹാബ് എന്ന് പറയുന്നൊരു സാധനത്തിനെ പറ്റി ഒരു കഥയുണ്ട്. റേഹാബ് എന്ന വാക്ക് 3-4 തവണ ബൈബിളിൽ പറയുന്നുണ്ട്. റേഹാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വാട്ട് പീപ്പിൾ തിങ്ക് ഈസ് ക്രൈസ്റ്റ് ഈസ് റെഫറിങ് റേഹാബ് ഒരു പെണ്ണായിട്ടോ ഒരു ശില്പിയായി എന്തോ ഒരു പെൺകുട്ടിയായിട്ടൊക്കെ റെഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ റേഹാബിനെ പറ്റി പറയുന്നത് കേട്ടാൽ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നത്, ദിസ് ഈസ് കമ്മിങ് ഫ്രം ഹീബ്രു ബൈബിൾ, എഴുതി വെച്ചേക്കുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടും. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ ഐസക് ന്യൂട്ടൻ പോലെ ഇപ്പോഴും ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നവർ കണ്ടുപിടിച്ച സ്റ്റോറിയും കഥകളുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ മാത്രം ഇന്റർപ്രറ്റ് ചെയ്യുന്നതല്ല. സോ ബേസ് ഉണ്ട്. ഞാനിവിടെ ഇരുന്ന് സോഴ്സസ് എല്ലാം കൊടുക്കും. അപ്പോൾ റേഹാബ് എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം ക്രൈസ്റ്റും റേഹാബും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവുന്ന കഥ ബൈബിളിലുണ്ട്. അതിനകത്ത് എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ദി സൺ ഓഫ് ഗോഡ്, ദി ഹാൻഡ് ഓഫ് ഗോഡ് ഈസ് കമ്മിങ് ടു ഡിസ്ട്രോയ് റേഹാബ്. റേഹാബിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സൺ ഓഫ് ഗോഡ് വരുവാണ്. സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്റ്റ് ആണ്. ക്രൈസ്റ്റ് വന്ന് റേഹാബിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പോവാണ്. അതെന്താണ്? ദ കിങ് ഓഫ് ഹെവൻ ഇൻ ദ ഡേയ്സ് ഓഫ് ഓൾഡ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേയ്സ് ഓഫ് ഓൾഡ് എന്ന് പറഞ്ഞാൽ ഈവൻ ബിഫോർ ക്രിയേഷൻ എന്നാണ്. ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും പലപ്പോഴും വിചാരിക്കുന്നത് സൺ ഓഫ് ഗോഡാണ്, കുറച്ച് 2000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച ഒരു ജൂതനാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ദിസ് ഈസ് ഡെപ്പിക്റ്റിംഗ് എ സ്റ്റോറി വിച്ച് ഈസ് ഓൾഡർ ദാൻ ദ ക്രിയേഷൻ ഓഫ് ആഡം ആൻഡ് ഈവ്. ക്രൈസ്റ്റ് ഒരു നെഫിലിം ആയിരുന്നു. ക്രൈസ്റ്റ് ഒരു നെഫിലിം ആയിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ബൈബിള് തുടങ്ങുന്നതിനകത്ത് ജനസിസിനകത്ത് പറയുന്നുണ്ട്, ജനസിസ് ജോബിൽ പറയുന്നുണ്ട്, വെൻ ദർ വാസ് എംപ്റ്റി ഗോഡ് ക്രിയേറ്റഡ് ദി എർത്ത്. പിന്നെ 1-ാമത്തെ ദിവസം വെള്ളം ഉണ്ടാക്കി, 2-ാമത്തെ ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാക്കി, 7-ാമത്തെ ദിവസം മനുഷ്യനെയൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചു എന്ന് പറയുമ്പോൾ, മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ അതിന് താഴെ ഒരു ലൈനുണ്ട്, വെൻ ദ ഗോഡ് ക്രിയേറ്റഡ് മെൻ ദി എലോഹിം ഷൗട്ടഡ് ആൻഡ് ക്രൈഡ് ഇൻ ജോയ്. എലോഹിം എന്ന് പറഞ്ഞാൽ നെഫലിംസ്, ദ സൺസ് ഓഫ് ഗോഡ്സ് എന്നാണ് എലോഹിമിനെ പറയുന്നത്. നെഫിലിംസിന്റെ എപ്പിസോഡ് നമ്മൾ ഏതായിരുന്നു? അനിനാക്കീസിന്റെ. അത് ഞങ്ങൾ ടാഗ് ചെയ്തേക്കാം. അത് പോയി കാണിച്ചു. എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഉണ്ടാക്കിയപ്പോൾ ദി എലോഹിം വാസ് ഷൗട്ടിങ് ആൻഡ് ക്രൈയിങ് വിത്ത് ജോയ് എന്ന് പറഞ്ഞാൽ അത് പറയുന്നതിന്റെ അർത്ഥം അത് നമ്മൾ വായിച്ച് വെറുതെ വിടും. പക്ഷെ അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. മനുഷ്യർ ഉണ്ടായി, ദ ഫസ്റ്റ് ക്രിയേഷൻ, മനുഷ്യരെ ഉണ്ടാക്കിയപ്പോൾ സംബഡി വാസ് ഹാപ്പി ദാറ്റ് മെൻ വാസ് ക്രിയേറ്റഡ്. ഹൂ ഈസ് ദാറ്റ് സംബഡി? So there are other species or other beings that is living when the man was created. എന്നല്ലേ? അതും എന്തിനാണ് ഉണ്ടാക്കിയത്? സൺസ് ഓഫ് ഗോഡിനെ സഹായിക്കാനും അവരുടെ ജോലികൾ ചെയ്യാനും. സ്ലേവറി, 99% സ്ലേവറി. അപ്പോൾ എന്ന് പറഞ്ഞാൽ റേഹാബ് എന്ന് പറഞ്ഞ സാധനത്തിലെയാണ് ഈ ഇപ്പം പറഞ്ഞത് മൊത്തം പറഞ്ഞേക്കുന്നത്. റേഹാബ് എന്ന് പറഞ്ഞ സാധനത്തിനെ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. ജീസസിൻ്റെ അല്ലെങ്കിൽ സൺ ഓഫ് ഗോഡിൻ്റെ റോബ് ഫുൾ ബ്ലഡായിട്ട് വിക്ടോറിയസ് ആയിട്ട് നടക്കുകയാണ്. ഈ റേഹാബ് എന്ന് പറയുന്നത് ഡ്രാഗന് തുല്യമാണ്. ആൻഡ് ദാറ്റ് ഡ്രാഗൺ വാസ് പിയേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ തുളച്ചു തീർത്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? ഡ്രാഗൺ എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞത് someone who waged war against the king of heavens. കിങ് ഓഫ് ഹെവനകത്ത് ഇരിക്കുന്ന ദൈവം അല്ലെങ്കിൽ യാവേ എന്ന് പറയുന്ന ആൾക്കെതിരെ വേണ്ടി ഈ പ്ലാനറ്റിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പ്ലാനറ്റിലെ ആളുകൾ വാർ വേജ് ചെയ്യാണ്. ബിക്കോസ് ദേ ഡിഡ്ന്റ് അഗ്രി ടു വാട്ട് യാവേ വാസ് ഡൂയിങ്. യാവേ എന്ന് പറഞ്ഞാൽ ഗോഡ്, ജീസസിന്റെ ഫാദറോ പിതാവോ ക്രിസ്ത്യാനിറ്റിയുടെ പിതാവോ എന്നൊക്കെ പറയുന്ന ആള്. അപ്പം യാവേ ഈസ് ലൈക്ക് ലിറ്ററൽ കോണ്ടെക്സ്റ്റിൽ അനുനാക്കി എന്ന് പറഞ്ഞൂടെ? കോണ്ടെക്സ്റ്റിൽ അനുനാക്കി എന്ന് പറയാം. ആൻഡ് ഹി ഈസ് കൺട്രോളിങ് ഡിഫറെന്റ് വേൾഡ്സ്. ഇതിനകത്ത് ഒരു വേൾഡിലാണ് ഈ എലോഹീം ഉള്ളതെന്ന് പറയുന്നത്. മനുഷ്യരെ ഉണ്ടാക്കിയപ്പോൾ ക്ലാപ്പ് അടിച്ച ആളുകൾ. അപ്പോൾ ഇങ്ങനെ റേഹാബിനെ കട്ട് ചെയ്ത് പൊട്ടിച്ച് കളഞ്ഞപ്പോഴത്തേക്ക് എന്തിനാണെന്ന് ചോദിച്ചപ്പം റേഹാബിലെ ഡ്രാഗൺസ് അല്ലെങ്കിൽ റേഹാബിലെ സർപ്പൻസ് ഗോഡ് ഓഫ് ഹെവന് എതിരായിട്ട് പ്രവർത്തിച്ചു, അവരുമായിട്ട് വാർ വെച്ചു. അപ്പോൾ വാർ വെച്ചപ്പോൾ ദ സൺ ഓഫ് ഗോഡ് വന്ന് റേഹാബിനെ പിയേഴ്സ് ചെയ്ത് പൊട്ടിച്ച് തൊലച്ച് കളഞ്ഞു. ആ പൊട്ടിച്ച് തൊലച്ച് കളഞ്ഞപ്പോൾ ആ റേഹാബ് എന്നിട്ട് പൊടികലങ്ങളായി ആകാശം മുഴുവൻ പാറി ഒരു എന്താ പറഞ്ഞ റിങ് ഉണ്ടാക്കി എന്നാണ് അതിൽ എഴുതി വെച്ചത്. കമ്മിങ് ടു ദാറ്റ്, ഒരു റിങ് ഉണ്ടാക്കി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എഴുതിയേക്കുന്നതാണ്, ദൈവം പറഞ്ഞേക്കുന്നതാണ്, കേഴ്സ് യു മിറോസ്, യു ഡിഡ്ന്റ് ഹെൽപ്പ് മൈ സൺ ഇൻ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രാഗൺ. എന്ന് പറഞ്ഞാൽ കേഴ്സ് യു മിറോസ്, യു ഡിഡ്ന്റ് ഹെൽപ്പ് മൈ സൺ ഇൻ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രാഗൺസ് എന്ന് ബൈബിളിനകത്ത് എഴുതി വെച്ചേക്കുവാണ്. ഇനി ബൈബിളിനകത്ത് മിറോസ് എന്താണെന്ന് പഠിച്ച് നോക്കി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ജൂയിഷ് അല്ലെങ്കിൽ റബിനിക് ട്രഡീഷനിൽ മിറോസ് എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റാണ്. എ പ്ലാനറ്റ് ദാറ്റ് ഹാഡ് പീപ്പിൾ ദാറ്റ് വർ ഹൈലി ഇൻ്റലിജൻറ്റ് ആൻഡ് സയൻറ്റിഫിക്കലി അഡ്വാൻസ്ഡ് ബട്ട് ദേ ഡിഡ്ന്റ് ഹാവ് ഫ്രീ വിൽ. നമ്മളിപ്പോൾ ശരിക്കും പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ വാറിൻ്റെ കഥയാണ് ബൈബിളിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ യാവേ പറയുന്നതാണ്, കേഴ്സ് യു മിറോസ്, യു ഡിഡ്ന്റ് ഹെൽപ്പ് മൈ സൺ വിത്ത് ദ വാർ അഗെയിൻസ്റ്റ് ഡ്രാഗൺ. എന്ന് പറഞ്ഞാൽ മിറോസ് എന്ന പ്ലാനറ്റെ നിന്നെ ഞാൻ ശപിക്കുന്നു, നീ എന്തുകൊണ്ട് എൻ്റെ മകൻ്റെ യുദ്ധത്തിൽ നീ പങ്കെടുത്തില്ല, നീ ചതിച്ചു. മിറോസ് ആരാണ്? ജൂയിഷ് റബിനിക് ട്രഡീഷനിൽ മിറോസ് ഈസ് സപ്പോസ്ഡ്ലി ഒരു പ്ലാനറ്റ്. നമ്മൾ ഗന്ധർവ എന്നൊക്കെ പറയത്തില്ലേ ഹിന്ദു ട്രഡീഷനിൽ, അതുപോലെ വളരെ അഡ്വാൻസ് ടെക്നോളജിയും സയൻറ്റിഫിക്കലി ഇൻ്റലിജൻറ്റും ആയിട്ടിരുന്ന ഒരു പ്ലാനറ്റിലെ ബീയിങ്സ് ആണ് മിറോസ്. ആ മിറോസിലെ ആളുകൾക്ക് എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് ഫ്രീ വില്ലില്ല. അതുകൊണ്ട് അവർ ജീസസിനെ ഹെൽപ്പ് ചെയ്തില്ല. അത് ഒരു ഇൻഡസ്ട്രിയൽ വാറാണ് നടന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും, ഓക്കെ ഇത് ഇനിയിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെയാണോ, അത് ചിലപ്പോൾ നടക്കാം, അത് നടന്നില്ലായിരിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. റേഹാബ് ഒരു പ്ലാനറ്റാണ്, എന്താ തെളിവ്? ഇനി വേറെ തെളിവ് എന്തെങ്കിലും ഉണ്ടോ? വേറെ തെളിവുണ്ട്.
ഗൈസ് ഇതിൻ്റെ എല്ലാം ബേസിക് കോർ കോൺസെപ്റ്റ് എന്ന് പറയുമ്പം വി ആക്ച്വലി വോണ്ട് ടു സീക്ക് ദ റിയൽ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്. ആ ഒരു സാധനങ്ങൾ എനിക്ക് മനസ്സിലായി. എഡ്യൂക്കേഷണൽ സിസ്റ്റം ഒന്നും ഒരിക്കലും അത് ഞങ്ങളെ ഫെയിൽ ചെയ്തേ ഉള്ളൂ. ആൻഡ് ദ ഓൺലി സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഇസ് ബൈബിൾ, വേദാസ്, പുരാണാസ് ആൻഡ് ഇസ്ലാമിക് ടെക്സ്റ്റ് ബുക്സ്. യെസ്, ഈ 3 റിലീജിയസ് കോറിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ഹൂ വി ആർ, ഹൗ വി വെയർ ബോൺ, ഹൗ വി ആർ ക്രിയേറ്റഡ്, ഹൂ ആർ ദ ഗോഡ്സ് എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യത്തിന് ഉത്തരങ്ങൾ കിട്ടുന്നത്. ആൻഡ് ആ ഒരു ലെവലിൽ നിങ്ങളുടെ കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ യു ക്യാൻ കണക്ട് എ ലോട്ട് ഉണ്ടോ. യെസ്, അതിനകത്ത് സോളമൻ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ച ദൈവത്തിന് സ്തുതി, ഇതെല്ലാം കണ്ടുപിടിച്ച രാജാക്കന്മാർക്കും സ്തുതി. കണ്ടുപിടിക്കുക, ബൈബിൾ വായിക്കുക. ഇനിയും അടുത്തത് ബൈബിളിൽ നിന്ന് നമുക്ക് വേറൊരു കഥയിലോട്ട് പോവാം. ബൈബിൾ നടക്കുന്നത് വേറൊരു സ്ഥലം, ഇത് നടക്കുന്നത് വേറൊരു സ്ഥലം. ഈ ബുക്കിന്റെ പേരാണ് എനൂമ എലിഷ്. യെസ്, മെസപ്പൊട്ടേമിയൻ, പ്രീ ഹിസ്റ്റോറിക്, പ്രീ ഡിലൂവിയൻ. എന്താ മെസപ്പൊട്ടോമിയൻ റിലിക്സിനെ നമുക്ക് ഈജിപ്ഷ്യൻ റിലിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. ബട്ട് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നോ എന്ന് ചോദിച്ചാൽ യെസ്. അപ്പോൾ ഇത് എന്തോന്ന് പറഞ്ഞാൽ ക്യുനിയ ഫോമിലാണ് ഇതുള്ളത്. ക്യുനിയ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂനിഫോം എന്ന് പറഞ്ഞാൽ ഇത് ബുക്കിൽ എഴുതുമല്ല, ഇത് സ്റ്റോൺ ടാബ്ലറ്റ്സിൽ എച്ച് ചെയ്ത് വെക്കുവാണ്, ക്ലേ വെച്ച്. എന്ന് പറഞ്ഞാൽ ഇത് എന്ത് വന്നാലും, ഉരുൾപൊട്ടൽ വന്നാലും, മഴ വന്നാലും, ഫ്ലഡ് വന്നാലും, കടലിന്റെ അടി കിടന്നാലും ഇത് നശിച്ചു പോകത്തില്ല. അങ്ങനെ ഇത് നമ്മൾ കണ്ടുപിടിച്ച് വന്ന ഒരു കഥയാണ് മാർഡൂക്ക് എന്ന് പറയുന്ന ഒരാളുടെ കഥ. മാർഡൂക്ക് എന്ന് പറയുന്ന ഒരാളുടെ കഥ. ഈ മാർഡൂക്ക് ആരാണ്? ഹീസ് ദ സൺ ഓഫ് ദി ഗോഡ് എൻകി. ഇത് എപ്പിക് ഓഫ് ഗിൽഗമേഷ് റിലേറ്റഡ് അല്ലേ? ഉറപ്പായിട്ടും. ഈ മാർഡൂക്ക് എന്ന് പറയുന്ന ആള്, എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറയുന്നത് എനൂമ എലിഷിന്റെ ഒരു പാർട്ടാണ്. യെസ്. അപ്പോൾ ഈ മാർഡൂക്ക് എന്ന് പറയുന്ന ആള് എൻകി എന്ന് പറയുന്ന രാജാവിന്റെ മകനാണ്, ഡിസെൻഡന്റ് ആണ്. ഇനി മാർഡൂക്കിന്റെ ഒരു കഥയുണ്ട്. എനൂമ എലിഷില്, ഇത് ശ്രീപത്മനാഭൻ പറയുന്നതല്ല, എനൂമ എലിഷില് എച്ച് ചെയ്ത് വെച്ചേക്കുന്ന കഥയാണ്. അത് ഓൺലൈൻ നോക്കിയാൽ കിട്ടുക. യെസ്, ദ മാർഡൂക്ക് ദി ഡ്രാഗൺ സ്ലെയർ. മാർഡൂക്ക് ദി ഡ്രാഗൺ സ്ലെയറിന്റെ കഥയാണ്. മാർഡൂക്ക് സ്ലേസ് ടിയാമാറ്റ്, ക്രിയേറ്റിംഗ് എ റിംഗ് ഓഫ് റോക്സ്, എർത്ത് ആൻഡ് ദി ഹെവൻ. എന്ന് പറഞ്ഞാൽ എക്സാക്ട് സെയിം സ്റ്റോറി. എന്ന് പറഞ്ഞാൽ കഥ എന്താണെങ്കിൽ, അൻപു എന്ന് പറയുന്ന അൻപു എന്ന് പറയുന്ന ഒരു പ്ലാനറ്റും ടിയമെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റും ഉണ്ടായിരുന്നു. അൻപുവിൽ ഫ്രഷ് വാട്ടറും ടിയമെറ്റിൽ സാൾട്ട് വാട്ടറും ആണെന്നാണ് എഴുതിയേക്കുന്നത്. ബ്രോ, ഇതെല്ലാം ആ ബുക്കിൽ എഴുതി വെച്ചേക്കുന്നതാണ്. ഫ്രഷ് വാട്ടർ, സാൾട്ട് വാട്ടർ, എവ്രി വേർഡ് ടു വേർഡ് ഞാൻ പറയുന്നത് ബുക്കിലും ഉള്ളതാണ്. അപ്പോൾ ഈ അൻപുവിനകത്ത് ആളുകളും സൺസും, സൺ ഓഫ് ഗോഡ്സും, ഹൈബ്രിഡ്സും എല്ലാം വളർന്ന് അവസാനം ഇത് അൺസ്റ്റേബിൾ ആയിട്ട് ഈ പ്ലാനറ്റിലുള്ളവരെ കൊല്ലാൻ വേണ്ടി ആരോ തീരുമാനം എടുക്കുന്നു. അങ്ങനെ ഈ പ്ലാനറ്റ് എന്തോ ചെയ്ത് ഈ പ്ലാനറ്റ് നശിക്കുന്നു. ഈ പ്ലാനറ്റ് നശിച്ചതിന് കാരണമായിട്ട് ടിയമെറ്റിലുള്ളവർ ഹെവനിലെ രാജാവുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുക. ബൈബിളിലുള്ള പോലെ കിങ് ഓഫ് ഹെവനിലെ ആളുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുക. അപ്പോൾ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ എന്താ പറയുന്നത്, ഈ ഹെവനിലുള്ള രാജാവിൻ്റെ ഒരു ബ്രദറോ അങ്ങനെയുള്ള ഒരാളാണ് എൻകി അല്ലെങ്കിൽ ഇയയുടെ മോനാണ് മർഡൂക്ക്. മർഡൂക്കിനോട് പറയും, എടാ ടിയമെറ്റ് വരാൻ പോവാണ്, നിന്നെ കൊണ്ട് തുലയ്ക്കാൻ പറ്റൂ, കയറി അടിച്ചോ, നിനക്കുള്ള വെപ്പണും പവറും സാധനങ്ങളും എല്ലാം തന്നേക്കാം, തുലച്ചോളം പറഞ്ഞു. അങ്ങനെ മർഡൂക്ക് ടിയമെറ്റിനെ പിയേഴ്സ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ലൈക്ക് ദി സൺ ഓഫ് ഗോഡ് പിയേഴ്സ്ഡ് റേഹാബ്, മർഡൂക്ക് പിയേഴ്സ്ഡ് ടിയമെറ്റ് പിയേഴ്സ് ചെയ്തിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഹി ക്രിയേറ്റഡ് എ റിംഗ് ഓഫ് റോക്ക് ബിറ്റ്വീൻ ദ പ്ലാനറ്റ് മാർസ് ആൻഡ് ജൂപ്പിറ്റർ. ഇതിന്റെ പേരെന്താ അവർ പറയുന്നത്? ദി ഹാമേർഡ് ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞ് അതിനകത്തുള്ള വാക്കാണ് ഹാമേർഡ് ബ്രേസ്ലെറ്റ് എന്നാണ് അവർ എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അടിച്ച് പൊട്ടിച്ചുണ്ടാക്കിയേക്കുന്ന കല്ലുകൊണ്ടുള്ള ഒരു ബ്രേസ്ലെറ്റ്. ദാറ്റ് ഈസ് റെഫറിങ് ടു ദി ആസ്ട്രോയിഡ് ബെൽറ്റ്. അത് കഴിഞ്ഞ് ഇത് കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ സെയിം സ്റ്റോറി ഹിന്ദു മിത്തോളജിയിൽ ഉണ്ടോ എന്ന് തപ്പുമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് അറിയാവോ? ഈ അടിച്ച് പൊട്ടിച്ചതിന് ശേഷം മാർഡൂക്ക് ക്രിയേറ്റഡ് ദി എർത്ത് ആൻഡ് ദി ഹെവൻ വിത്ത് ദ ബോഡി ഓഫ് ടിയമെറ്റ്. ടിയമെറ്റിന്റെ ബോഡി കൊണ്ട് ഭൂമിയെയും സ്വർഗത്തിനെയും ഉണ്ടാക്കി. സ്വർഗവും ഭൂമിയും എന്തുമായിട്ടാണ് പറയുന്നത് അറിയോ? എർത്ത് ഇസ് എർത്ത്, നമ്മൾ ഈ ജീവിക്കുന്ന സ്ഥലവും, ഹെവൻ എന്ന് പറയുന്നത് മൂണും, നമ്മളുടെ മുകളിലുള്ള ഹെവനും ഉണ്ടാക്കി. എന്നിട്ട് അത് കഴിഞ്ഞാണ് ഭൂമിയിൽ വന്ന് ഇവരെ സെറ്റിൽ ചെയ്ത് ഭൂമി കൊള്ളാന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുടെ യാവേ ആഡമിനെ ഉണ്ടാക്കിയ പോലെ വന്ന് പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, നമ്മളുടെ ആളുകളൊക്കെ ഇവിടെ ഭയങ്കര ഗ്രാവിറ്റിയും പരിപാടിയും, അവർക്ക് നട്ടലൊക്കെ വേദന എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള ഒരു പുതിയൊരു സാധനത്തിനെ ഉണ്ടാക്കാം. അങ്ങനെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓർ എൻകി എന്ന് പറയുന്ന ആള്
ടിയമറ്റിലെ ആളുകളുടെ ബ്ലഡ് എടുത്ത് ഇവിടുത്തെ ക്ലേയിൽ വെച്ച് ഉണ്ടാക്കി. ക്ലേ എന്നാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ക്ലേ ബൈബിളിലും ക്ലേ ആണ്. കളിമണ്ണ് കൊണ്ട് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി എന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത്. ഇവിടെ ഈ ക്ലേ കൊണ്ട് രൂപം ഉണ്ടാക്കി ടിയമറ്റിലെ ആളുടെ ബ്ലഡുകൾ എടുത്ത് ഇതിന് ജീവൻ വെച്ച് മനുഷ്യനെ ഉണ്ടാക്കി. ആൻഡ് അതിനകത്ത് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറയുന്നതിന്റെ ക്ലിയർ മോട്ടീവ് എന്താണെന്ന് അറിയാമോ? വേർഡ് ടു വേർഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, സ്ലേവറി. ഹ്യൂമൻസ് വെയർ ക്രിയേറ്റഡ് ടു വർക്ക് ഫോർ ദി ഗോഡ്സ്. ഡബിൾ കൊട്ടേഷൻസ്. ഇതാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഈ യുദ്ധം കഴിഞ്ഞ് മർഡൂക്ക് ജയിച്ചതിന് ശേഷം ഇയാൾക്കൊരു ടൈറ്റിൽ കൊടുത്തു, കിങ് ഓഫ് ഓൾ ഗോഡ്സ്, ഹാൻഡ് ഓഫ് ഗോഡ്. ബൈബിളിലുള്ള സെയിം സാധനം. ഇതേ സെയിം സ്റ്റോറി ഹിന്ദു മിത്തോളജിയിലുണ്ട്. അതേതാ? സെയിം സ്റ്റോറിയിൽ ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ ഫോർമേഷൻ വാറും ഒക്കെ അത് എല്ലായിടത്തും ഉണ്ട്. ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് എങ്ങനെ ഉണ്ടായെന്ന് നോക്കിയാൽ ദിസ് ഹാപ്പൻഡ് ഇൻ എ വാർ. ടിയമറ്റ് അല്ലെങ്കിൽ റേഹാബ് എന്ന് പറയുന്ന വലിയൊരു പ്ലാനറ്റ് ദാറ്റ് ഈ എന്താ പറയുക, ഇൻഫാക്ട് ഈ മർഡൂക്കിന്റെ കഥയിൽ ടിയമറ്റിന്റെ സൈസ് വരെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഇപ്പോൾ ഉള്ള ഭൂമിയുടെ 5 ഇരട്ടി വലുതായിരുന്നു അമ്മ എന്നാണ് പറയുന്നത്. അമ്മയുടെ 1/5 ഉള്ളൂ ഭൂമി എന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് സെയിം കഥ ഹിന്ദു മിത്തോളജിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തപ്പി നോക്ക്. എൻ്റെ പേരെന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ ആളുകൾക്ക്? അങ്ങനെ അവർ സുഖമായിട്ട് നോക്കും. എന്നാ വേണ്ട, കണ്ടുപിടിക്കട്ടെ. അതെ ഗൈസ്, സോളാർ സിസ്റ്റം, അതിനകത്തെ പ്ലാനറ്റ്സ് എല്ലാം ഉണ്ടായതിന് എല്ലാം നമ്മളുടെ ബൈബിളിലും ഇതിലും എല്ലാം പുസ്തകങ്ങളിലും തെളിവുണ്ട്. ദാറ്റ് ഈസ് ഓൾ പോയിന്റിങ് ടു ആൻ ഇന്റർഗലാക്റ്റിക് വാർ, എ വാർ ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ സ്പേസ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾ പോയിന്റിങ് ടു സംതിങ് എൽസ് ദാറ്റ് വി വെയർ മെയ്ഡ് ആസ് സ്ലേവ്സ്. യെസ്, നമ്മൾ മനുഷ്യരെ ജോലി ചെയ്യാനല്ലാതെ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരു പുരാണം പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് വേറൊരു സംഭവം ഉണ്ട്, ഡാർവിന്റെ പുരാണം ഒഴിച്ച്. വേറെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇത് തുടക്കത്തിൽ വിശ്വസിച്ചില്ല. പക്ഷേ ഡീപ്പർ ആൻഡ് ഡീപ്പർ ഐ ഗോട്ട് ഇൻ ടു മൈ റിസർച്ച്. എനിക്ക് മനസ്സിലായി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹ്യൂമൻസ് ഈ ഇപ്പോഴത്തെ അക്കോർഡിംഗ് ടു ദ ബയോളജി തന്നെ നോക്കിയാൽ നമ്മുടെ ഹ്യൂമൻസിന്റെ ബയോളജി ഈസ് വേ ഡിഫറെന്റ് ഫ്രം ഓൾ ദി അതർ. 100%. ആൻഡ് നമുക്ക് ഇല്ലാത്ത ഒരുപാട് DNA RNA സാമ്പിൾസ് ഏലിയൻ ടു ദിസ് ഇക്കോസിസ്റ്റം. അതേപോലെ തന്നെ എങ്ങനെയായാലും അക്കോർഡിംഗ് ടു ഡാർവിനൊക്കെ എടുക്കാം. ശരി, ഈ ഡാർവിന്റെ അടിസ്ഥാന പ്രകാരം പറയണെന്ന് പറയുമ്പം ഇപ്പം ഓസ്ട്രലോപിത്തേക്കസ് ഉണ്ട്, ഹോമോസാപ്പിയൻസ് ഉണ്ട്, ഇറക്ടസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഹോമോസൈപ്പിയൻസ് എന്ന് പറയുന്ന ഈ ഒരു ജോണർ ഓഫ് ബീങ്സ് ഉണ്ടല്ലോ, വി ആർ നോട്ട് ദി ഡോമിനന്റ്, വി ആർ നോട്ട് ദി സ്ട്രോങ്ങസ്റ്റ്, വി ആർ നോട്ട് ദ സ്മാർട്ടസ്റ്റ്. ആൻഡ് ഹൗ ദ ഹെൽ ഡിഡ് വി ഔട്ട് ലിവ് ഓൾ ദീസ് തിങ്സ്? അത് നോവയുടെ ഡെലൂജിന്റെ കഥയിൽ മാത്രമുണ്ട്. എല്ലാവരും കോഎക്സിസ്റ്റ് ചെയ്ത് ജീവിച്ച് ദൈവം എല്ലാവരെയും എലിമിനേറ്റ് ചെയ്യാൻ നോക്കി. അവസാനം എല്ലാവരെയും കൊന്നു, നോവയെ മാത്രം രക്ഷിച്ചു. ആഡത്തിന്റെ മക്കളെ മാത്രം രക്ഷിച്ചു, ബാക്കി എലോഹിമുകളെ എല്ലാം കൊന്നു കളഞ്ഞു. ദാറ്റ് മീൻസ് ഹി എലിമിനേറ്റഡ് എവറിത്തിങ് എക്സെപ്റ്റ് ഹോമോസേപ്പിയൻസ്. അപ്പോൾ ഇഫ് ദാറ്റ് ഈസ് ട്രൂ ബ്രോ, ദ പീപ്പിൾ ഹു ഡിഡ് ദിസ് ഈസ് സംവെയർ ദെയർ. ലുക്കിംഗ് ഔട്ട് ഫോർ us. യെസ്, ദേ ആർ സ്റ്റിൽ ലുക്കിംഗ് ഔട്ട് ഫോർ us. നമ്മൾ പൊളപ്പ് കാണിക്കുമ്പോൾ ഓർക്കുക, അണ്ണന്മാർ വരും. അതാണ് എഴുതി വെച്ചേക്കുന്നത്. അടുത്ത ഇതിൽ ആളുകൾ വരും. ഏതാ? ക്രിസ്ത്യൻസിന് മെസ്സായ, ഹിന്ദുസിന് കൽക്കി, ഇസ്ലാംസിൽ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, വരും. ഈ 3 പേരും വരുന്നതിനകത്ത് എന്തിനകത്താണെന്ന് അറിയാവോ? 3 പേരും പല രീതിയിലാണ് കഥ കൊണ്ടുപോയതെങ്കിലും 3 പേരും വരുന്നത് വെള്ളക്കുതിരയ്ക്കകത്താണ് വരുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ബ്രോ, ലാസ്റ്റ് ടൈം വെൻ ദേ കെയിം, പറക്കുന്ന വെള്ളക്കുതിരയാണ്. ലാസ്റ്റ് ടൈം വെൻ ദേ കെയിം ഇറ്റ് വാസ് എ വൈറ്റ് ഷിപ്പ് വിത്ത് ഫയർ ആൻഡ് തണ്ടർ. യെസ്, അത് ഇനി വരും. അത് വരുന്നത് എന്തിനാ? നമ്മളെ രക്ഷിക്കാനോ കാര്യത്തിനോ ഒന്നുമല്ല. ദേ കമ്മിങ് ഫോർ ജഡ്ജ്മെന്റ്. കൽക്കി വരുന്നത് കലിയുഗം അവസാനിപ്പിച്ച് പുതിയ യുഗം തുടങ്ങാനാണ്. ഹി ഈസ് കമ്മിങ് ടു എൻഡ് ദ ഹോൾ വേൾഡ്. ജീസസ് വരുന്നത് പാപികളെയും മറ്റവരെയും ജഡ്ജ് ചെയ്ത് പാപികളെ എല്ലാം നരകത്തിലേക്കും പുതിയ ആളുകളെ അസെൻഡ് ചെയ്ത് സ്വർഗത്തിലേക്കും കൊണ്ടുപോയിട്ട് പുതിയ ഭൂമി തുടങ്ങാനാണ്. ഹി ഈസ് ക്ലിയർലി ഷോയിങ് ദാറ്റ് പുതിയ ഭൂമി തുടങ്ങാനാണ് വരുന്നത്. ഇസ്ലാമിലെ ആൾ വരുന്നത് എങ്ങനെയാണ്? ഇസ്ലാമിക് നിയമം പാലിക്കാത്ത എല്ലാവരെയും നരകത്തിലേക്കും സ്വർഗത്തിലേക്കും കൊണ്ടുപോയിട്ട് ഭൂമി പുതിയതായിട്ട് തുടങ്ങാൻ. സോ സംബഡി ഈസ് കമ്മിങ് ടു ഡിസ്ട്രോയ് എർത്ത്. അതാണ് സത്യം. നമ്മളുടെ മെസ്സായ അല്ലെങ്കിൽ കൽക്കി എന്ന് പറയുന്ന ദൈവം, ദേ ആർ ഓൾ കമ്മിങ് ടു റീസെറ്റ് ദി എർത്ത്. അതും എപ്പോഴാണ്? ഈ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെയാണ് നമുക്ക് വേറൊരു കാൽക്കുലേഷൻ നടത്തിയായിരുന്നല്ലോ, ഇനി ഒരു 4000 years അവിടെയാണ് വരുന്നത് പുതിയ സാധനം. സാക്രിയ സിച്ചന്റെ ദ 12th പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു. മറ്റേ അനുനാക്കി. യെസ്, 12th പ്ലാനറ്റിലെ ബുക്ക് എന്ന് പറയുന്നത് പ്ലാനറ്റ് നിബീരു, അല്ലെങ്കിൽ ഒരു വലിയ ഭൂഗോളം, അല്ലെങ്കിൽ എന്തോ ഈസ് ഹാവിങ് എൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. നമ്മുടെ ഭൂമിയും എല്ലാം ഇങ്ങനെ കറങ്ങാണ്. ഇത് സൂര്യനാന്ന് വെച്ചോ, ഇതെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ അല്ല, എർത്ത്, ജൂപ്പിറ്റർ, ഇതെല്ലാം ഇങ്ങനെ 5-6 കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
പക്ഷേ എവിടേക്കോ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ യുറാനസും സാറ്റേണും പണ്ട് ഇങ്ങനെ ആയിരുന്നത് എപ്പോഴോ സ്വിച്ചായി. മെർക്കുറി കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സ്പീഡ് കുറഞ്ഞു. അതുപോലെ തന്നെ സാറ്റേണിൻ്റെ റിങ്ങിന് പ്രശ്നം വന്നു. ഇതുപോലെ പല അനോമലീസും നമ്മൾ സിമുലേഷൻ ഇട്ട് നോക്കിയപ്പോൾ വന്നു. അപ്പോൾ ഇതിനെല്ലാം നോക്കി ഇത് സിമുലേഷനിലൊരു ഈ സാധനങ്ങളെല്ലാം നെഗറ്റീവായിട്ട് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പം ദേ ആർ ഷോയിങ് ദാറ്റ് ദിസ് ഈസ് ഓൾ പോസിബിൾ ഓൺലി ഇഫ് എ മാസീവ് വെരി ബിഗ് മാസ് ഈസ് ഹാവിങ് ഇതെല്ലാം ഇങ്ങനെ കറങ്ങുമ്പോൾ an elliptical orbit that is having 3000 to 4500 years for one revolution എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇത്ര കറങ്ങുമ്പോൾ ഇത് ഇങ്ങനെ കറങ്ങി നമ്മൾ ഒരു വർഷം 365 ദിവസം കൊണ്ട് സൂര്യനെ കറങ്ങുമെങ്കിൽ 3500 തൊട്ട് 4500 വർഷം എടുത്ത് സൂര്യനെ കറങ്ങുന്ന ഒരു സാധനം ഭൂമിയുടെ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിലുണ്ട്. അങ്ങനെയാണ്, അതിനാണ് 12th പ്ലാനറ്റ് അല്ലെങ്കിൽ ബൈനറി സ്റ്റാർ സിസ്റ്റം എന്ന് പറഞ്ഞ് നോക്കി. അങ്ങനെ നോക്കി സിമുലേഷൻ എല്ലാം കറക്റ്റ് ചെയ്ത് നാസ 2013 ഒരു റിപ്പോർട്ട് വിട്ടു. ദർ ഈസ് സംതിങ് 7.5 ബില്യൺ മൈൽസ് എവേ ഫ്രം എർത്ത് ഹാവിങ് ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു എവറിത്തിങ്. എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കറങ്ങും. സൂര്യൻ ഇവിടെ ഇതെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ പ്ലെയിനിൽ ഈ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹൊറിസോണ്ടലും വെർട്ടിക്കലും എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനമുണ്ട് എന്ന് പഠനം വിട്ടു. പ്ലാനറ്റ് എക്സ് എന്ന് അല്ലെങ്കിൽ പ്ലാനറ്റ് 9 എന്ന് പറഞ്ഞു. 5 വർഷം കഴിഞ്ഞ് എല്ലാ സ്റ്റഡിയും മാറി. നാസ വെബ്സൈറ്റിൽ നിന്ന് ഈ പഠനവും ഇതിൻ്റെ ഇതെല്ലാം ക്ലാസിഫൈ ചെയ്തു. നോ ബഡി ഈസ് ഇൻ പബ്ലിക് ഈസ് അലൗഡ് ടു നോ വാട്ട് ഈസ് ഇറ്റ്. എന്നിട്ട് ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള സയൻറ്റിസ്റ്റുമാരെടുത്തപ്പോൾ ദേ സിമുലേറ്റഡ് എ ഡ്വാർഫ് സ്റ്റാർ, ഒരു സൂര്യനെ പോലെ അണഞ്ഞു പോയിരിക്കുന്ന ഒരു ഡ്വാർഫ് സ്റ്റാർ ഓർബിറ്റിംഗ് എർത്ത് that has 6 other planets and one of them is exactly 5 to 10 times larger than Earth and can contain life. അവിടെ ആ സൂര്യന് അത്രയ്ക്ക് പ്രകാശം കുറവായതുകൊണ്ടും നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്ത് തന്നെ ആയതുകൊണ്ടും നമുക്കിത് എവിടെയാണെന്ന് ഓർബിറ്റും എലിപ്റ്റിക്കലായതുകൊണ്ടും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്തിട്ട് പറയാത്തതാണെന്നും പോസ്റ്റുലേഷൻസ് ഉണ്ട്. ബിക്കോസ് എവറി ടൈം ഇറ്റ് പാസസ് നിയർ എർത്ത് either we get destroyed or we get gravitationally pulled or the earth പോളും നശിക്കുന്നു, റീസെറ്റ് ആവുന്നു. അതാണ് കഥ. ബിക്കോസ് ഇറ്റ്സ് ഗ്രാവിറ്റി ഈസ് ടു ലാർജ്. അപ്പോൾ ഞാൻ ഈ കഥയെ പറ്റി ആലോചിച്ച് പോയി. 2 സൂര്യനെ പറ്റി ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതെവിടെയാണ് കേട്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോയപ്പോഴാണ് ഞാൻ ചെറുതായിട്ടൊരു കാര്യം കണ്ടുപിടിച്ചത്. ഞാൻ എവിടെയാണ് കേട്ടതെന്നുള്ള എൻ്റെ സംശയം മാറി. ഇത് എല്ലായിടത്തും ഇതാണ്. ഇൻ എവറി ഏൻഷ്യൻറ്റ് ആൻഡ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് എല്ലാവരും പറയുന്നത് ഭൂമി ജീവിക്കുന്നത് വി ആർ ലിവിങ് ഇൻ ബൈനറി സോളാർ സിസ്റ്റം ആണെന്നാണ്. ബൈനറി സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഒരു സൂര്യൻ മാത്രമേ ഉള്ളതെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷേ അത് തെറ്റാണ് എന്നാണ് ഇപ്പോൾ എല്ലാ സയൻസും പറയുന്നത്. ബിക്കോസ് ബൈനറി സോളാർ സിസ്റ്റം ഈസ് ടു റെയർ, അല്ല ടു കോമൺ. നമ്മുടെ ഭൂമിയുടെ സൈസും ഏജും ഉള്ള സോളാർ സിസ്റ്റം എടുക്കുക. 80 to 90% ഓഫ് ദ ടൈം ഇറ്റ് ക്യാൻ ഓൺലി എക്സിസ്റ്റ് ഇൻ എ ബൈനറി സോളാർ സിസ്റ്റം. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വലിപ്പമോ ചൂടോ കട്ടിയോ എന്തുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ള സൂര്യൻ നമ്മൾ അവിടെ എവിടെയൊക്കെ നോക്കുമ്പോൾ കാണത്തില്ലേ, അതെല്ലാം എടുത്ത് നോക്കിയാൽ ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ എ ബൈനറി സോളാർ സിസ്റ്റം. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ദൂരോട്ട് നോക്കുന്നതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ഇറ്റ് ഇൻസൈഡ് അവർ സോളാർ സിസ്റ്റം ബിക്കോസ് ഓഫ് ദി ഓർബിറ്റ്. അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് പറയാത്തതുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഹിന്ദു മിത്തോളജിയിലേക്ക് ഞാൻ പോയത്. ഹിന്ദു മിത്തോളജിയിൽ വിശിഷ്ടയും അരുന്ധതി എന്ന് പറയുന്ന 2 സ്റ്റാറുകളുണ്ട്. വിശിഷ്ട ആൻഡ് അരുന്ധതി. ഇത് ഗ്രീക്കിൽ അല്ലെങ്കിൽ മോഡേൺ ആസ്ട്രോണമിയിൽ മിസാറും ആൽക്കോറും എന്ന് പറയുന്ന 2 നക്ഷത്രങ്ങളാണ്. ഈ 2 നക്ഷത്രങ്ങളും ദീസ് ആർ വെരി ഡിഫറെൻറ്റ് സോളാർ സിസ്റ്റംസ്. ഇതിനകത്ത് സ്റ്റാറുകളുണ്ട്. ഈ സോളാർ സിസ്റ്റങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർബിറ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം പുതിയ കണ്ടുപിടുത്തം. അപ്പോൾ ഈ വിശിഷ്ടയും വിശിഷ്ടയും അരുന്ധതിയും നമ്മൾ പുരാണങ്ങളിൽ പറഞ്ഞേക്കുന്നത് അവർ ഹസ്ബൻഡും വൈഫുമാണ്. അവർ സ്റ്റാർ എവിടെയാന്ന് പറയുമ്പോൾ ഈ വിശിഷ്ട ഇത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് പറഞ്ഞാൽ ദേ ക്ലിയർലി ഡെപ്പിക്റ്റഡ് ദാറ്റ്
ഇന്ന നോർത്ത് പോളിൽ ഇന്ന സ്ഥലത്തു നിന്ന് വലത്തോട്ട് നോക്കുമ്പോൾ 8ാമത് കാണുന്ന സ്റ്റാറിന്റെയും 9ാം ക്ലിയർലി ഡെപ്പിക്റ്റഡ് ഈ 2 സ്റ്റാറും ഹസ്ബൻഡും വൈഫും ആണെന്ന്. മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ. ഹൗ ദ ഹെൽ ഡിഡ് ദേ നോ ദാറ്റ് ദീസ് ഗൈസ് ആർ കണക്റ്റഡ്? ദീസ് ഗൈസ് ആർ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും ആ ഒരു ഓർബിറ്റിൽ, ആ ഒരു സ്ഥലത്തിൽ, ആ ഒരു സ്കൈയിൽ ദേ ആർ ദ ഓൺലി പീപ്പിൾ ഹു ഓർബിറ്റ് ഈച്ച് അതർ. 2 സോളാർ സിസ്റ്റം. അർത്ഥം ശരിയായിട്ട് റിലേറ്റ് ചെയ്തു. അവർ 2 ഓർബിറ്റ് ചെയ്യാണ്. അപ്പൊ ഹിന്ദു മിത്തോളജി ഇത് ഹസ്ബൻഡും വൈഫുമാണ്. അവരെ എപ്പോഴും ഭാര്യ എപ്പോഴും ഭർത്താവിനെ ചുറ്റിയാണ് നിൽക്കുന്നതെന്ന്. അരുന്ധതി എപ്പോഴും വിശിഷ്ടയുടെ കൂടെയാണ് നടക്കുന്നതെന്ന്. ആൻഡ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് വിശിഷ്ടയ്ക്ക് 4 പുത്രന്മാരും അരുന്ധതിക്ക് 2 പുത്രിമാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശിഷ്ട ഈസ് ആക്ച്വലി എ സോളാർ സിസ്റ്റം ഹാവിംഗ് 4 സൺസ്. 4 സൂര്യനുള്ള ഒരു സോളാർ സിസ്റ്റവും അരുന്ധതി എന്ന് പറയുന്ന 2 കുട്ടികളുള്ള ഒരു സോളാർ സിസ്റ്റവും ഇവര് കല്യാണം കഴിച്ചേക്കാണെന്ന് പറഞ്ഞേക്കുക. ബ്രോ ഇമാജിൻ ഹൗ ദ ഹെൽ ദേ കുഡ് ഫൈൻഡ്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് 2 കുത്ത് മാത്രമേ കാണൂ. അതിനകത്ത് കുത്തുകളിനകത്ത് ഒരു കുത്ത് 4 സണ്ണാണെന്നും ഒരു കുത്ത് 2 സണ്ണാണെന്നും ഇവര് ഓർബിറ്റ് ചെയ്യുവാണെന്നും അറിയാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മളിപ്പോൾ ഇത് കണ്ടുപിടിച്ചത് ഇത് 2 പേരും അനലൈസ് ചെയ്തിട്ട് ഒരു 10 കോടി വർഷത്തേക്ക് സിമുലേറ്റ് ചെയ്തപ്പോൾ അവരിങ്ങനെ കറങ്ങുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ദാറ്റ് സ്ലോ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് അങ്ങനെ എങ്ങനെ അറിയാൻ പറ്റും? ഒന്നാമത്തെ സംഭവം എന്ന് പറയാം, ഹിന്ദു മിത്തോളജിയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇപ്പം ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഇതുവരെല്ലാം ഡീപ്പ് ഫിലോസഫിക്കൽ അപ്പോർട്ടുമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ പോൾസ് എന്ന് പറയുന്നത് 2 എക്സ്ട്രീം ഡീപ്പ് ഫിലോസഫിക്കലാണ് തോട്ട്സ് പോകുന്നതെന്ന് പറയുന്ന അത് മാത്രം പറയും. ചിലപ്പോൾ അവരുടെ ലാംഗ്വേജ് അങ്ങനെ ആയിരിക്കാം. ഇറ്റ് മൈറ്റ് ബി സംതിങ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് കല്യാണ എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ബി റെഫറിങ് ടു എ ബോണ്ട്. നമ്മളാണ് കല്യാണ എന്ന് പറയുന്ന ബോണ്ടിന്റെ വാക്കെടുത്ത് കല്യാണമാക്കിയത്. വി ആർ ദ വൺസ് ഹു മാനിപ്പുലേറ്റഡ്, നോട്ട് ദം. ദേ ടോൾഡ് ഇറ്റ്സ് എ ബോണ്ട്. നമ്മൾ ആ ബോണ്ട് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഭാഷയിൽ കല്യാണത്തിന് ഉപയോഗിച്ചതേ ഉള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്തെന്ന് അറിയോ, ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിനകത്ത് ഈ സാധനം പറയുന്നുണ്ട്, മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ. പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇത് ഹിന്ദു മിത്തോളജിയിൽ ഇതൊന്ന്. രണ്ടാമത്തെ ഇത് വിഷ്ണു ധർമ്മോത്ര എന്ന് പറയുന്ന ആള് എന്താ പറയുന്നത്, വിഷ്ണു ധർമ്മോത്ര എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട് നമുക്ക്, ഹിന്ദു മിത്തോളജിയിലാണ്. വിഷ്ണു ധർമ്മോത്ര എന്ന ബുക്കിനകത്ത് പറയാണ്, ഒരു ലൈനാണ്, ദ ഡേ യു സീ 2 സൺസ് ഓൺ ദ ഹൊറൈസൺസ്, കോമ 2ാമത്തെ സൂര്യൻ ചുമന്ന് തിരിച്ച് ആദ്യത്തെ സൂര്യൻ്റെ അടുത്ത് വരുമ്പോഴും അത് നിനക്ക് കാണാൻ പറ്റുമ്പോഴും നീ ഓർത്തോ ഭൂമിയുടെ അന്ത്യം തുടങ്ങിക്കഴിഞ്ഞു. ബ്രോ അതിന്റെ പേര് ഞാൻ ഒന്നുകൂടെ പറയാം, ഇമ്പോർട്ടൻ്റ് ആണ്. വിഷ്ണു ധർമ്മോത്ര എന്ന് പറയുന്ന ഹിന്ദു വേദിക് ടെക്സ്റ്റ്, അതിനകത്ത് പറഞ്ഞേക്കാണ് 2ാമത്തെ സൂര്യൻ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ വരുമ്പോൾ ഭൂമിയുടെ യുഗം തീർന്നു, പുതിയ ഭൂമിയുടെ യുഗം തുടങ്ങാൻ സമയമായി. ബ്രോ ദിസ് ഇസ് ടു മച്ച്. അടുത്തത് 3ാമത്തത് വിഷ്ണു പുരാണ. വിഷ്ണു പുരാണയിൽ വേദിക് അശ്വിൻസ് എന്ന് പറയുന്ന ആളുണ്ട്. എന്ന് പറഞ്ഞാൽ അശ്വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ ഭഗവാന്റെ ആദിത്യ എന്ന് പറയുന്ന ആളുടെ മക്കളാണ്, അല്ലെങ്കിൽ ചാരിയറ്റ്സ് ആണ്. ചാരിയറ്റ്സ് എന്ന് പറഞ്ഞാൽ ആകാശം മുഴുവൻ അവന്റെ പ്രതാപം പരത്തി ഓടുന്ന സാധനം. ദേ റെഫറിങ് ടു സൺ, സണ്ണാണ്. പക്ഷെ വേദിക് പുരാണയിൽ, വിഷ്ണു പുരാണയിൽ യഥാർത്ഥത്തിൽ പറയുന്നത് എന്താ അറിയാമോ, അശ്വിൻസ് ആർ ആക്ച്വലി ട്വിൻസ്. അവർ ദ്വയമാണ്. ദേ ആർ ഗ്രാൻഡ് സൺ ഓഫ് ദി ഹെവൻസ്. അവിടെ 2 ചാരിയറ്റുകളുണ്ട്, നിങ്ങൾക്ക് ഒരെണ്ണമേ കാണാൻ പറ്റുന്നുള്ളൂ. എല്ലാ പുരാണങ്ങളിലും ഒരേ കാര്യമാണ് പറയുന്നത്. ബ്രോ ഇതാണ് വിഷ്ണു പുരാണ. ഐ വാണ്ട് യു ടു ഡു യുവർ റിസർച്ച്. ഇനി ഇത് പോരല്ലോ, എല്ലാ മിത്തോളജിയിലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞ് തീർത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ ഗൈസ്. നോ കുറച്ചും കൂടെ ഉള്ളൂ. അടുത്തത് ബുദ്ധിസം. ബുദ്ധിസത്തിൽ എന്താ പറഞ്ഞേക്കുന്നത് അറിയാവോ, പലി അങ്കുത്താര നിക്കായ. പലി അങ്കുത്താര നിക്കായ എന്ന് പറഞ്ഞാൽ സെർമൺ ഓൺ ദ 7 സൺ. ബുദ്ധിസത്തിൽ എഴുതി വെച്ചേക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഫ്റ്റർ ലോങ് ഏജസ് ആൻഡ് ടൈം പാസസ് ബൈ, വെൻ ഹ്യൂമൻസ് ആർ വെരി ഡിഫറെൻറ്റ്, the second sun will come. It will burn the face of earth and earth will be a ball of flame, resetting the entire history. പുതിയ മരങ്ങൾക്ക് നമ്മളുടെ ചാമ്പൽ വളമാവും. ബ്രോ ഇത് ബുദ്ധിസത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഡു യുവർ റിസർച്ച്. പലി അങ്കുത്താര നിക്കായ, ദ സെർമൺ ഓഫ് 7 സൺസ്. ഇത് ഇങ്ങനെ 7 വട്ടം റിപ്പീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോഴത്തേന് അടുത്തത് വരുന്നുണ്ട് ഈജിപ്ഷ്യൻ മിത്തോളജി. ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ പറഞ്ഞേക്കുന്നത് റാ എന്ന് പറയുന്ന സൺ ഗോഡാണ്.
റാ എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൺ ഗോഡ്. സൂര്യഭഗവാൻ. നമ്മൾ സൂര്യഭഗവാൻ എന്ന് പറയുന്ന പോലെ അവർ റാ എന്നെ പറയൂ. റാ എല്ലാ സമയവും അല്ലെങ്കിൽ ഡ്യൂറിങ് വെരി ഹാർഡ് ടൈംസ് അല്ലെങ്കിൽ ഡ്യൂറിങ് എക്സ്ട്രീം ടൈംസ്, ഒരുപാട് കാലത്തിന് ശേഷം ഇത് അണ്ടർവേൾഡിലേക്ക് പോകും. അണ്ടർവേൾഡിലേക്ക് പോകേണ്ടത് റായുടെ ഒരു ആവശ്യമാണ്. അണ്ടർവേൾഡിലേക്ക് പോകുമ്പോൾ അവിടെ അപ്പോപ്പിസ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഫൈറ്റ് ഉണ്ട്. ഹീ ഈസ് ഈക്വലി പവർഫുൾ, ഈക്വലി ഇൻ സൈസ് ആൻഡ് ഈക്വൽ ഇൻ എനർജി. സൂര്യഭഗവാൻ അല്ലെങ്കിൽ റാ ഒരുപാട് 3500 വർഷം എന്തോ ഉണ്ട്, ഞാൻ വർഷം എഴുതാൻ മറന്നുപോയി, ഞാൻ വായിച്ചതാ. അത്രയും വർഷത്തിന് ശേഷം അപ്പോപ്പിസിനെ ഫൈറ്റ് ചെയ്യാൻ അണ്ടർവേൾഡിൽ പോകും. അവിടെ എഴുതിയിട്ടുണ്ട് ഹീസ് ഈക്വലി പവർഫുൾ, ഈക്വൽ ഇൻ സൈസ് ആൻഡ് ഈക്വൽ ഇൻ എനർജി. ഇയാളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഇയാൾ എന്നിട്ട് എന്തുവാ വിളിക്കുന്നത് അറിയാമോ? ദ ജയന്റ് സർപ്പൻറ്റ്, ഡാർക്ക് ജയന്റ് സർപ്പൻറ്റ്. ഈ സൂര്യഭഗവാൻ ഇയാളെ പോയി ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഭൂമിയിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഭൂമിയിൽ ഭൂമി കുലുക്കവും സ്റ്റോമുകളും വന്ന് ഭൂമി നശിക്കും. എവറി ടൈം സൺ ഗോസ് ടു വാർ ദ എർത്ത് ഷാറ്റേഴ്സ്. ഇതാണ് ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയും 2 സൂര്യൻ്റെ കഥകളാണ് ഞാൻ പറയുന്നത്. ഇനി തായ്വാനീസ് മിത്തോളജിയും കൂടെ ഉണ്ട്. തായ്വാനീസ് ഇൻഡിജീനിയസ് മിത്തോളജി, അത്തയാൽ ഫോക്ലോർ എന്ന് പറയുന്ന ഫോക്ലോറിൽ എന്താ പറയുന്നത്, 2 സൂര്യൻ ഉണ്ടായിരുന്നു പണ്ട്. 2 സൂര്യൻ ഉണ്ടായത് കാരണം ഭൂമിയിൽ ഭയങ്കര ഭൂമി മാത്രമല്ല ഹെവൻസിലും ഭൂമിയിലും എല്ലാം ഭയങ്കര നിർഗുണമായ ചൂടും ഭയങ്കര നിർഗുണമായ കാറ്റും മഴയും ഭൂമികുലുക്കവും സ്റ്റോമുകളും നിലനിന്നിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രന്മാരായ വാറിയേഴ്സ് പോയി ഒരു സൂര്യനുമായിട്ട് യുദ്ധം വെച്ചു. അങ്ങനെ വർഷങ്ങൾ യുദ്ധം ചെയ്ത് ആ സൂര്യൻ്റെ ജ്വാല കുറഞ്ഞപ്പോൾ അവനെ തള്ളി മാറ്റി. നമ്മൾ ഒരു സൂര്യനെ എടുത്തു, ഒരു സൂര്യൻ്റെ എടുത്ത് കളഞ്ഞു. ആ കളഞ്ഞവരുടെ കൂടെ 5-6 പിള്ളേരും പോയി. ബ്രോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മളിത് എന്താ വായിക്കാത്തതെന്ന്. ഇത് വെച്ചത് ദ വാറിയേഴ്സ് ഓഫ് ദി ഹെവൻ പോയി വൂണ്ടഡാക്കി അതിൻ്റെ ഗ്ലോറി ലോസ്റ്റ് ചെയ്തപ്പോൾ ഒരു സൂര്യനെ എടുത്ത് കളഞ്ഞു. അപ്പോഴത്തേക്കും ഭൂമിയിലെ ടെമ്പറേച്ചറും ക്ലൈമറ്റും സ്റ്റോമും എർത്ത് കേക്കും ഒക്കെ കുറഞ്ഞു. പക്ഷേ അവൻ തിരിച്ചു വരും. അവൻ്റെ ഗ്ലോറി തിരിച്ചെത്താനായിട്ട് തിരിച്ചു വരും. ആൻഡ് ദേ ആർ ഓൾ ടെല്ലിങ് ദാറ്റ് ഹീസ് കമ്മിങ് ബാക്ക്. ഇതുപോലെ ഒത്തിരി 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 കഥകൾ. സംഭവം എന്താ അറിയോ? ഫോർ എക്സാമ്പിൾ എല്ലാ റിലീജിയനും ഇപ്പൊ കൽക്കി ജഡ്ജ്മെന്റ് ഒക്കെ വരുമ്പം മേ ബി ദിസ് ട്വിൻ സൺ വരുന്നതിന് മുന്നേ അവരൊന്ന് ചെക്ക് ചെയ്തിട്ട് വൈറ്റലായിട്ടുള്ള സ്പീസീസിനെ മാത്രം സേവ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണെങ്കിലും. ബ്രോ കഴിഞ്ഞ വട്ടം ഇതിലോട്ടാണ് ഞാൻ വരുന്നത്. ഈ സാധനം വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് 6 പ്ലാനറ്റ്സും കൂടുന്നുണ്ടെന്ന്. ഈ 6 പ്ലാനറ്റ്സിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ് പ്ലാനറ്റ് നിബീരു. അക്കോർഡിംഗ് ടു സാക്രിയ സിച്ചൻ ആൻഡ് വെരി ബിഗ് സയന്റിസ്റ്റ്. 50-60 വർഷം ഇതിൽ റിസർച്ച് ചെയ്തത്, നമ്മൾ 1-2 വർഷം ആയിട്ടുള്ളൂ. 50 and 60 years ഓഫ് റിസർച്ച് ഇൻ ടു ദിസ്. അവർ പറഞ്ഞത് നിബീരുവിൽ നിന്ന് ആളുകൾ വരും. എവറി ടൈം ദേ ഓൺലി കീപ് 1 സ്പീഷീസ് അലൈവ്, ജസ്റ്റ് ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ലാസ്റ്റ് ടൈം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളിലും ഇസ്ലാമുകളിലും എല്ലാവരും വിചാരിച്ചേക്കുന്നത് ദേ ആർ ദി ഒറിജിനൽ ഡിസെൻഡന്റ് ഓഫ് ദി ഗോഡ്സ്. ബ്ലഡ് ലൈൻ. അതുകൊണ്ടാണ് ഞാനായ എന്ന് പറയുന്ന വിഭാഗക്കാർ തല്ലിയിട്ട് കൊന്നാലും അവർ വേറെ ബ്ലഡ് ലൈനിൽ പോയി കല്യാണം കഴിക്കില്ല. അവർക്ക് അറിയത്തില്ല റീസൺ. അവർക്ക് ഇതാണ് അതിന്റെ കാരണമെന്ന് അറിയത്തില്ല. ബട്ട് ദേ ആർ കീപ്പിംഗ് ദെയർ ബ്ലഡ് ലൈൻ പ്യുവർ ബിക്കോസ് ദ നെക്സ്റ്റ് ടൈം ദേ കം ഓൺലി എ സ്പെസിഫിക് ബ്ലഡ് ലൈൻ ഈസ് അലൗഡ് ടു കണ്ടിന്യൂ ഇൻ എർത്ത്. അത് ചിലപ്പോൾ ഞാനായ ആവാം, ചിലപ്പം ജൂയിഷ് ആവാം, ചിലപ്പം ഹിന്ദുക്കാരാവാം, ചിലപ്പോൾ ഇസ്ലാമുകളാവാം, ചിലപ്പം ക്രിസ്ത്യൻസ് ആവാം. ഇതാരാണെന്ന് ആർക്കും അറിയില്ല. ബട്ട് 5 പേരും വിചാരിക്കുന്നത് ഇത് ഞങ്ങളാണ്. അതുകൊണ്ട് വി നീഡ് ടു സ്പ്രെഡ് ദ ഹോൾ പ്ലാനറ്റ്. ജൂസിന്റെ ബ്ലഡ് ലൈൻ ഭയങ്കര സേവർ ചെയ്യുന്നത്. യെസ്, ജൂസിന്റെ ബ്ലഡ് ലൈൻ യഥാർത്ഥത്തിൽ വേറെ പ്ലാനറ്റിലെ ബ്ലഡ് ലൈൻ ആണ്. അവരാണ് ദ യഥാർത്ഥ ഡിസെൻഡൻസ് ഓഫ് ഗോഡ്. സോ അവര് ബ്ലഡ് ലൈൻ ഒരിക്കലും കളങ്കപ്പെടാൻ പറ്റത്തില്ല. ജൂയിഷിനെ ആളുകൾക്ക് ഡേറ്റ് ചെയ്യാൻ കിട്ടത്തില്ല. ജൂയിഷ് പീപ്പിൾ ഓൺലി ഡേറ്റ് ജൂയിഷ് പീപ്പിൾ. ദേ കീപ് ബ്ലഡ് ലൈൻ സേഫ് so that the next time the Anunnakis or Nibiru people come, they are saved and everybody is wiped off the earth according to every religion and every stories. ഇനി ഇതുപോലെ ആസ്ട്രേലിയൻ അബോർജിനൽ ട്രഡീഷനിലും ഉണ്ട്. അമ്മയും മോളും. അമ്മയുടെ പേര് വാളു, മോളുടെ പേര് ബാറ. ഇവർ 2 പേരും പണ്ട് തൊട്ടേ ഒരുമിച്ചായിരുന്നു റൈസ് ചെയ്തിരുന്നത്. അന്നേരം ഭൂമിയിൽ ടെമ്പറേച്ചർ കൂടി എല്ലാവരും മരിക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മ എന്ത് ചെയ്തു, ഈ മോളെ ഒരു ദിവസം അടിയിലേക്ക് ഹൊറൈസൺ ഡിസ്റ്റൻസിലേക്ക് മുകളിലേക്ക് പറഞ്ഞു വിട്ടു. ആ പോയ മോളും അമ്മയും തമ്മിൽ കാണാൻ 4000 വർഷങ്ങൾ വെയിറ്റ് ചെയ്യണം. ബ്രോ, ദീസ് ആർ തിങ്സ് ദാറ്റ് ഇസ് റിട്ടൺ ഇൻ ദി ടെക്സ്റ്റ് ബുക്സ്.
ദാറ്റ് ഈസ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ. ഇതുപോലെ പറയണമെങ്കിൽ ഞാൻ 15 കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ എല്ലാം പറയുന്നില്ല. സോ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം ആണെങ്കിൽ ഇത് എന്നെ പോലുള്ള ആളുകൾ മാത്രമല്ല പറയുന്നത്. ഐസക് ന്യൂട്ടൺ, സാക്രിയാസ് സിച്ചൻ, ഓപ്പൻഹൈമർ, ഡാവിഞ്ചി എഴുതിയ ആളാണ്, എന്തുവരുന്നു, ലിയോണാർഡോ ഡാവിഞ്ചി, ഇതുപോലുള്ള ആളുകൾ എല്ലാം കണ്ടുപിടിച്ച് ഇതുപോലുള്ള അറിവുകൾ പകർന്നു തരാൻ നോക്കുന്നു. റീഡ് യുവർ ബൈബിൾ ഗൈസ്, പ്ലീസ്. ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, പ്ലീസ് ഡോണ്ട് ബിലീവ് ഇൻ യുവർ ബൈബിൾ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ബൈബിൾ. സത്യം നിങ്ങളെ തേടി വരട്ടെ. അത് തന്നെയാണ് ജീസസും പറഞ്ഞേക്കുന്നത്. എന്നെ തേടുന്നവർക്കേ എന്നെ കിട്ടൂ. അത് പുള്ളിയും പറഞ്ഞിട്ടുണ്ട്. എന്നെ നോക്കിയാലോ എന്നെ കണ്ടാലോ എന്നെ സ്നേഹിച്ചാലോ ഒന്നും എന്നെ കിട്ടത്തില്ല. എന്നെ തേടി വരുന്നവർക്ക് ഞാൻ നിങ്ങളുടെ ബൈബിളിലുണ്ട്. മുട്ടുവിൻ തുറക്കപ്പെടട്ടെ. മുട്ടുവിൻ തുറക്കപ്പെടും. സോ ഗൈസ്, അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ നിൽക്കുകയാണ്. സോ വി ഹോപ്പ് ഇച്ചിരി ഡീപ്പ് ഇൻസൈറ്റ് ആണ്. കുറച്ച് പേർക്ക് കണ്ടപ്പം ഈ കുറച്ച് ടേംസ് ഒക്കെ ആയിട്ട് തിരിഞ്ഞു പോയെങ്കിൽ ഗൈസ് ഗോ വാച്ച് അവർ അനുനാക്കി എപ്പിസോഡ്. അതിനകത്ത് നമ്മൾ ഹ്യൂമൻ എവല്യൂഷനും വൈ വി വെർ ബോൺ, നമ്മുടെ എന്തിനാണ് നെഫിലിംസ് നമ്മൾ ഉണ്ടാക്കിയതും ഗോൾഡ് മൈൻസിന്റെ ഓൾഡസ്റ്റ് പ്രൂഫ്സും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. സോ ദാറ്റ് ഈസ് ഇറ്റ്. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ലവ് യു ഗൈസ്. അടുത്ത എപ്പിസോഡിൽ ഡീപ്പായിട്ട് വേണമെങ്കിൽ പറയാം, നമ്മളത് ചെയ്യും. യാ.